ഷെയ്ഖ് അബൂബക്കറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഷെയ്ഖ് അബൂബക്കർ, നിങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് മദീന ജാറത്തിങ്കലിൽ നിന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശുദ്ധ അറബിലെ പ്രസിദ്ധനായ പണ്ഡിതൻ മുഹമ്മദ് അലവി മാലിക്കി മക്ക ഇത് പറയുമ്പോ ഞങ്ങൾക്കത് വിശ്വസിക്കാൻ കൂര്യാടി നദിയുടെ ചീട്ട് കിട്ടണോ ചങ്ങാതിമാരെ? നാടക്കങ്ങൾക്ക് മനസ്സിലായോ? അത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ചേളാരിയിലെ ടിക്കറ്റ് വേണോ? മുസ്ലിം സമുദായത്തിന്റെ മുമ്പിൽ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുതേ. മുസ്ലിം സമുദായത്തിലെ ആത്മീയ പണ്ഡിതന്മാരെ കുതിര കയറുന്നതിന് കയ്യും കണക്കും വേണം. കേറിക്കോളിയും കാലകി കയറണം. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്തിനൊരു പരിധി വേണം. ഞങ്ങളെ വിശ്വാസപ്രകാരം ആയിരക്കണക്കിന് ഐതാമുകളുടെ അത്താണിയാണ് ശൈഖുന. നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ, രാത്രി 5ഉം 6ഉം പ്രഭാഷണ വേദികളിൽ 10,000ങ്ങളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ മഹബത്ത് പറഞ്ഞ്, നിസ്കാരത്തിന്റെ പവർ പറഞ്ഞ്, കള്ളിയുടിയുടെ ഭയാനതകൾ പറഞ്ഞ്, തന്റെ മുമ്പിൽ തന്നെ കേൾക്കുന്ന ഒരു പ്രതിയോഗിയുടെയും മനസ്സ് വേദനിപ്പിക്കാതെ ദീനിന്റെ ദഅവത്ത് നടത്തി 1 മണിക്കും 2 മണിക്കും 3 മണിക്കും മർക്കസിലെത്തിയാൽ ആ പണ്ഡിതൻ കിടന്നുറങ്ങാറില്ല. മർക്കസിൽ പഠിച്ച ഞങ്ങളാണടോ അത് പറയേണ്ടത്. അതാ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് പാതിരാവുകളിൽ വന്നിട്ട് അവിടുന്ന് അതാ ഉളൂ ചെയ്തുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. വലിയ ശൈഖുമാരുടെ ധാരാളം ദിക്റുകൾ ചൊല്ലിത്തീർത്ത് വാഹനത്തിൽ അല്പസമയം ഉറങ്ങുകയാണ്. ഈ രാജ്യത്ത് കാന്തപുരം ഉസ്താദിന്റെ മാംസം പറിച്ചെടുത്ത് തെരുവ് കലാപ കലുഷിതമാക്കുന്ന ആളുകളോ, കാന്തപുരം ഉസ്താദിനെ തെറി പറഞ്ഞ് രാത്രി കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ സമുദായത്തിന്റെ നീറുന്ന ചിന്തകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട്, സമുദായത്തിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പാതിരാവിൽ ഈ രാജ്യത്തിന്റെ തെരുവിലൂടെ നിരന്തരമായി യാത്ര ചെയ്യുന്ന ഒരു പണ്ഡിതന്റെ വാഹനമുണ്ടോ? അഭിവന്യരായ ഞങ്ങളുടെ ഗുരുവര്യര്, അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമയുടെ കാര്യദർശി, ഇന്ത്യൻ മുസൽമാന്റെ നവോത്ഥാന പടനായകൻ, അത് ശൈഖുന കാന്തപുരം പി അബൂബക്കർ മുസ്ലിയാരാ. അത് മനസ്സിലാക്കിക്കോളയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العلي العظيم. وقال النبي صلى الله عليه وسلم قل الحق ولو كان مرا. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദരണീയരായ സാദാത്തുക്കൾ, ബഹുമാന്യരായ പണ്ഡിതന്മാർ, സ്നേഹാദരവുകളുള്ള രക്ഷിതാക്കളെ, യുവ സുഹൃത്തുക്കളെ, നല്ലവരായ സഹോദരന്മാരെ, നാട്ടുകാരെ, അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകൾക്ക് വേണ്ടി വാദിക്കുവാനും ആ പരിശുദ്ധ
ആസാറുകളുടെ പവിത്രത പരിരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടി വീണ്ടും ഇവിടെ സംഘടിപ്പിക്കുവാൻ അനിവാര്യമായ കാരണങ്ങളാൽ വീണ്ടും നമ്മൾ നിർബന്ധിതരായി മാറിയിരിക്കുകയാണ്. പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിൽ ഐക്യത്തിന്റെയും യോജിപ്പിന്റെയും സഹവർത്തിത്വത്തിന്റെയും സന്ദേശങ്ങളാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും വ്യതിരിക്തമായ തനതായ വ്യക്തിത്വവും പരിശുദ്ധിയുമെന്ന് മുസ്ലിങ്ങളായ നമ്മളും അതുപോലെ മുസ്ലിങ്ങളല്ലാത്ത ഇസ്ലാമിന്റെ പുറത്തുള്ള ആളുകൾ പോലും മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്ത യാഥാർത്ഥ്യങ്ങളാണ്. ആ യോജിപ്പും ഐക്യവും മഹാരഥന്മാരായ സ്വഹാബത്തിലൂടെ പകർന്നു കിട്ടിയ കേരളത്തിൽ ആ യോജിപ്പിനെതിരെയും ഐക്യത്തിനെതിരെയും മഹല്ല് സംവിധാനങ്ങളിലെ പണ്ഡിതരുടെയും സാദാത്തുക്കളുടെയും നേതൃത്വത്തിനെതിരെയും ഇസ്ലാമിക വിരുദ്ധ ശക്തികളുടെ കൈകളിലെ കളിപ്പാട്ടങ്ങളായി കടന്നു വന്ന ചില അവാന്തര വിഭാഗങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ അകത്തളങ്ങളിലേക്കും മഹല്ല് സംവിധാനങ്ങളിലേക്കും കടന്നുകയറി ശാന്തിയോടെയും സഹവർത്തിത്വത്തോടെയും പണ്ഡിത നേതൃത്വം മാനിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന മുസ്ലിം സമുദായത്തിൽ ആ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു തെറ്റായ പ്രവണത രൂപപ്പെടുത്തുകയും ആ പ്രവണതയുടെ ഫലമായി മുസ്ലിം സമുദായത്തിൽ അനൈക്യങ്ങളും ശിഥിലീകരണ പ്രവർത്തനങ്ങളും രംഗത്തു വന്നപ്പോൾ ആ ശിഥിലീകരണ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയും മുസ്ലിം സമുദായത്തിൽ നിലനിൽക്കുന്ന ആദർശപരമായ ഐക്യത്തെ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയുമാണ് മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപം കൊണ്ടത് എന്നത് ഏതു ചരിത്ര വിദ്യാർത്ഥിക്കും അനായാസം മനസ്സിലാക്കാവുന്ന വസ്തുതകളാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെയും വിശുദ്ധ ഇസ്ലാമിന്റെയും പാരമ്പര്യ സന്ദേശങ്ങൾ പരിരക്ഷിക്കുക എന്നൊരർത്ഥത്തിൽ നമ്മൾ വിശദീകരിക്കുമ്പോൾ മറ്റൊരർത്ഥത്തിൽ അതിനെ നമുക്ക് വിശദീകരിക്കാവുന്നത് മുസ്ലിം സമുദായത്തിൽ നിലനിന്നിരുന്ന ആദർശപരമായ ഐക്യത്തിൽ ശൈഥില്യം കൊണ്ടുവന്ന ശക്തികൾക്കെതിരെ സമുദായത്തെ സമുദ്ധരിക്കുക എന്നത് മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിലേക്ക് ആവശ്യമായ അനിവാര്യമായ പ്രവർത്തന പദ്ധതികൾ അതതു കാലഘട്ടങ്ങളിൽ ആ പണ്ഡിത സഭയുടെ നേതൃസ്ഥാനത്തിരുന്നിരുന്ന പണ്ഡിത സമൂഹം അനുവർത്തിക്കുകയും അതിലൂടെ വലിയ മാറ്റങ്ങളും വലിയ അനുഗ്രഹങ്ങളും ഈ സമുദായത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളിൽ വളരെ പ്രധാനമായ നിർണായകമായ ഘട്ടമായിരുന്നു സമസ്തയുടെ 60ാം വാർഷിക സമ്മേളനം എന്ന് പറയുന്നത്. ഇടക്കൊക്കെ സമുദായത്തിൽ മറ്റെന്തിന്റെയൊക്കെയോ പേരിൽ നഷ്ടപ്പെട്ടുപോയ മുസ്ലിം സമുദായത്തിന്റെ കൈകളിൽ നിന്ന് ചിലപ്പോഴൊക്കെ വഴുതി മാറാൻ സാഹചര്യമുണ്ടായ സാമുദായിക നേതൃത്വം പണ്ഡിതന്മാരുടെ കൈകളിലേക്ക് തിരിച്ചു പിടിച്ച അജയ്യമായ ഒരു പണ്ഡിത സമ്മേളനമായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 60ാം വാർഷിക സമ്മേളനം എന്നതും നമുക്ക് ചരിത്രത്തിൽ ഉൾപ്പുളകത്തോടെ വായിക്കാവുന്ന പരമാർത്ഥങ്ങളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം മറുപക്ഷത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സമസ്തയുടെ ചരിത്രം, ആ ചരിത്രത്തിന്റെ ഏറ്റവും ആധികാരികമായ ഒരു ഗ്രന്ഥമാണ് സമസ്തയുടെ 60ാം വാർഷിക സുവനീർ. ആ 60ാം വാർഷിക സമ്മേളനത്തിന്റെ വിജയം മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ പാണ്ഡിത്യ നേതൃത്വവും മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ആത്മീയ നേതൃത്വവും ആ നേതൃത്വത്തെ അജയ്യമായി ജനകീയമാക്കി ജനമധ്യത്തിലേക്ക് വഴി കൈമാറുന്നതിൽ
വളരെ കൃത്യമായ അജണ്ടയോടുകൂടെ സമൂഹത്തിൽ പ്രവർത്തനം ആരംഭിച്ച ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ സംഘാടന മികവുമാണ് എന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ചരിത്രത്തിൽ നമുക്ക് കൂട്ടി വായിക്കാവുന്നതാണ്. ഞാൻ ആ വിഷയങ്ങളിലേക്ക് നീട്ടിപ്പരത്തി പോകുന്നതിനു പകരം ആമുഖം ചുരുക്കി ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരും. അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 60ാം വാർഷിക സമ്മേളനത്തോടുകൂടെ നഷ്ടപ്പെട്ടുപോയ പണ്ഡിത സമൂഹത്തിന്റെ സാമുദായിക നേതൃത്വം തിരിച്ചുപിടിക്കാൻ സാധിക്കുകയും ആ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായി കരുത്തായി മാറിയത് ശംസുൽ ഉലമയും കാന്തപുരം ഉസ്താദും തമ്മിലുള്ള ബന്ധമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദിനെതിരെ ശംസുൽ ഉലമയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി അരീക്കാട് പള്ളിയുടെ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പള്ളിയുടെ പ്രശ്നമല്ല ഞങ്ങൾ കേട്ടിട്ടുള്ളത്. ഈ ആദർശ പ്രസ്ഥാനത്തെ കുറിച്ച് ഇനിയും പഠിച്ചറിയാൻ കഴിയാത്ത ആളുകൾക്ക് തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ട്. ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കടലിലെ തിരമാലകൾ അവസാനിച്ചിട്ട് മീൻ പിടിക്കാൻ ഒരുങ്ങുന്നവരല്ല. ആർത്തലച്ചു വരുന്ന തിരമാലകളോട് അടരാടി കടലിലേക്ക് എടുത്തു ചാടി ജീവിതത്തിന്റെ നൗകയെ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിലേക്ക് കൊണ്ടുപോകാൻ ചരിത്രത്തിന്റെ ഇന്നലകളിൽ വഴി നടന്ന മഹാരഥന്മാരുടെ മഹനീയമായ ചരിത്ര ബാധേയങ്ങളെ ധന്യമാക്കിയ ചരിത്രത്തിന്റെ കാതലും കരുത്തുമായി കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ കർമ്മധന്യമായ ചരിത്രം കാഴ്ചവെച്ച ഒരു സമൂഹമാണ് മഹാനായ കാന്തപുരം ഉസ്താദിന്റെ കീഴിൽ അണിനിരന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നത്. ഇനിയും നിങ്ങൾ അത് മനസ്സിലാക്കാൻ വൈകിപ്പോയാൽ നിങ്ങളുടെ അവസാനത്തെ അന്തസ്സും അത് കെടുത്തിക്കളയുമെന്നാണ് സഹജീവി സ്നേഹത്തിന്റെ പേരിൽ സ്നേഹബുദ്ധിയ ഓർമ്മപ്പെടുത്തുന്നത്. മഹാനായ ശംസുൽ ഉലമയും കാന്തപുരം ഉസ്താദും തമ്മിലുള്ള യോജിപ്പിനെതിരെ അത്തരം അബദ്ധജടിലമായ വാദങ്ങൾ കൊണ്ടുവന്നപ്പോൾ മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ കൂടെ നിന്നുകൊണ്ട് കരുത്തു പകർന്നത് അന്നത്തെ ശംസുൽ ഉലമയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചരിത്രം ഞാൻ ചുരുക്കി വിവരിക്കുകയാണ്. അതിനുശേഷം ഇടക്ക് നിരന്തരമായ തെറ്റിദ്ധരിപ്പിക്കലിലൂടെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും ഇടക്ക് അഭിപ്രായ ഭിന്നതകൾ രൂപം കൊണ്ടു. മനുഷ്യ സഹജമായ അഭിപ്രായ ഭിന്നതകളിൽ രണ്ടു സംഘടനകളായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വഴിതിരിയേണ്ടി വന്നപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ രണ്ടു വഴികളിലൂടെ രണ്ട് സംഘടനകളും വഴിമാറിപ്പോവുകയും അതോടൊപ്പം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും ഒരു ഭാഗത്ത് കാന്തപുരം ഉസ്താദും ഒരു ഭാഗത്ത് പ്രവർത്തിച്ചു. അക്കാലഘട്ടങ്ങളിലെ ചരിത്രങ്ങളെ നമുക്കൊരിക്കലും ഓർക്കുന്നത് ആഗ്രഹിക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളല്ല. എന്തുകൊണ്ടോ പണ്ഡിതന്മാരുടെയും അതുപോലെ മഹാരഥന്മാരായ പ്രബോധകന്മാരുടെയും പ്രവർത്തന രീതികളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ഒക്കെ സ്വാഭാവികമാണ്. അങ്ങനെ മഹാനായ ശംസുൽ ഉലമയുടെയും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെയും ഇടക്കുള്ള ഭിന്നതകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഉണ്ടായ ആ ധ്രുവീകരണങ്ങൾ ചരിത്രത്തിന്റെ ഇന്നലകളിലേക്ക് കടന്നുപോയാൽ സ്വഹാബികൾക്കിടയിൽ നമുക്കത് കാണാൻ കഴിയും. പല പണ്ഡിതന്മാർക്കിടയിലും അതുപോലെയുള്ള ഭിന്നതകൾ നമുക്ക് കാണാൻ കഴിയും. ആ ഭിന്നതകളുടെ അവസ്ഥാവിശേഷങ്ങളെ കുറിച്ച് അടുത്തറിയുകയും പഠിച്ചറിയുകയും ചെയ്യുമ്പോൾ ആ ഭിന്നതകൾ പരിഹരിക്കുവാനും യോജിച്ചു പോകാനുമുള്ള സാഹചര്യങ്ങളെ സാധിച്ചെടുക്കാൻ അവർ മുന്നോട്ട് വരികയും ചെയ്തത് മഹാരഥന്മാരായ സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ ഉൾപ്പെടെ നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്. മഹാനായ ശംസുൽ ഉലമയും കാന്തപുരം ഉസ്താദും തമ്മിലുള്ള ഭിന്നതയിലും അവസാന കാലത്ത് സംഭവിച്ചത് മറ്റൊന്നായിരുന്നില്ല. വഫാത്തിനോടടുത്ത ശംസുൽ ഉലമ തന്റെ അന്ത്യാഭിലാഷമായി തന്റെ ഹൃദയത്തിന്റെ അന്തരാളത്തിൽ സൂക്ഷിച്ചു വെച്ചത് കാന്തപുരം ഉസ്താദും താജുൽ ഉലമയും ഉൾക്കൊള്ളുന്ന ഒരു സമസ്തയുടെ പുനരേകീകരണം നടന്നുകൊണ്ട് കേരളത്തിലെ മുഴുവൻ സുന്നികളും ഒരു സമസ്തയുടെ കീഴിൽ അണിനിരക്കുന്ന ഒരു നല്ല നാളെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും ശംസുൽ ഉലമയും തമ്മിൽ ഭിന്നതകളില്ല എന്ന് ചരിത്രം പിൽക്കാലത്ത് എഴുതി വെക്കുന്ന ഒരു നല്ല നാളെയെ കുറിച്ചായിരുന്നുവല്ലോ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ചിന്തിച്ചിരുന്നത് എന്ന് 1990കളിൽ ശംസുൽ ഉലമയുടെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചിരുന്നു എന്ന് അവകാശപ്പെടാറുള്ള അബ്ദുറഹ്മാൻ കല്ലായി ചന്ദ്രിക എന്ന് പറയുന്ന ദിനപത്രത്തിൽ എഴുതിയ ലേഖനമാണ് നിങ്ങൾ കാണുന്നത്.
പണ്ഡിതന്മാരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള ഒരു മഹത്തായ ഐക്യത്തിന്റെ സമീപനമുണ്ടായപ്പോൾ ആ പണ്ഡിതന്മാരുടെ കൂടെ നിൽക്കുന്ന സാദാത്തുക്കൾ ആ നല്ല നിലപാടുകളെ ഏറ്റുപിടിക്കുകയാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഏകദേശം 20 കൊല്ലക്കാലത്തോളം പരസ്പരം അകന്നു നിന്ന കാന്തപുരം ഉസ്താദുമായി വേര് പങ്കിടാനും യോജിച്ചു പോകാനും തെറ്റിദ്ധാരണയുടെ പേരിൽ പാടില്ല എന്ന് വിധിയെഴുതിയ നിലപാടിൽ നിന്ന് സമുദായത്തിന്റെ നന്മയാലോചിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും മാനിച്ചുകൊണ്ട് യോജിച്ചിരിക്കുവാനും അടുത്തിരിക്കുവാനും ഒന്നിച്ചു പോകുവാനുമുള്ള സാഹചര്യങ്ങൾ രൂപം കൊണ്ടു. മംഗലാപുരത്ത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കീഴിൽ നിർമ്മിച്ച ഒരു പള്ളിയുടെ ഉദ്ഘാടനം, ആ ഉദ്ഘാടനത്തിലേക്ക് മരണാസന്നമായ രോഗത്തോട് മല്ലടിക്കുന്ന പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ക്ഷണിക്കപ്പെടുമ്പോൾ പാണക്കാട് നിന്ന് വിദൂരമായ ദിക്കുകൾ താണ്ടി കൊടപ്പനക്കലിൽ നിന്ന് മംഗലാപുരത്തേക്ക് കാന്തപുരം ഉസ്താദിന്റെ പള്ളി മിഹ്റാബിൽ കാലുവെച്ച് അത് ഉദ്ഘാടനം ചെയ്യാൻ, ആ മിഹ്റാബിൽ സുജൂദ് ചെയ്തുകൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന് യാത്ര പോയ മഹാനരായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഈ സമുദായത്തിന് നൽകിയ ഒരു നല്ല മെസ്സേജ് ഉണ്ടായിരുന്നു. സമുദായത്തിൽ കലഹങ്ങൾ മാറ്റിയിട്ട് യോജിച്ചു പോകണമെന്ന നിലപാട്. ആ നിലപാട് അടിത്തട്ടിലേക്ക് വ്യാജിച്ചു. നമ്മുടെ വെളിപ്പാടകലയുള്ള തെന്നലയിലെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള മദ്രസയുടെ വാർഷിക സമ്മേളനം, ആ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മഹാനായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആ സമ്മേളനത്തിന്റെ ഉദ്ഘാടകനായി കടന്നു വരികയും സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ അവിടെ അധ്യക്ഷനായി ഇരിക്കുകയും അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പോലെയുള്ള ഉമറാക്കൾ ആ സദസ്സിനെ അഭിമുഖീകരിക്കുകയും ചെയ്തത് മഹത്തായ സമസ്തയിൽ ഉണ്ടായ ദൗർഭാഗ്യകരമായ ഭിന്നതകളിൽ നിന്ന് തിരുത്തലുകളും ചരിത്രത്തിന്റെ ആവർത്തനങ്ങളുമായി സമുദായത്തിൽ ഒരു യോജിപ്പ് സാധ്യമാകുമെന്ന ഒരു ശുഭപ്രതീക്ഷ മുസ്ലിം സമുദായത്തിൽ രൂപം കൊണ്ട ഒരു നല്ല സാഹചര്യമായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ആ നിലപാടുകൾക്കെതിരെ അന്നു തന്നെ പല ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒറ്റപ്പെട്ട ശബ്ദങ്ങളാണ് ഇന്ന് ഷഹർ മുബാറക്കിന്റെ ഭീകര ശബ്ദങ്ങളായി കേരളത്തിന്റെ തെരുവുകളിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കൊരിക്കലും മറക്കുവാനും വിസ്മരിക്കാനും കഴിയില്ല. നിങ്ങൾക്കറിയില്ലേ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാട് യോജിച്ചു പോകുക എന്ന നിലപാടിലേക്ക് ശംസുൽ ഉലമ ചിന്തിക്കുമ്പോൾ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അതിന് മുന്നോട്ട് വരുമ്പോൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടെ നിൽക്കുമ്പോൾ സമുദായത്തിലെ ധാരാളം മഹല്ലുകൾ കലാപരഹിതമാകുമെന്ന് സമുദായം ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം. കൂരിയാട് എന്ന് പറയുന്ന ഈ മഹല്ലിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് ഉൾപ്പെടെയുള്ള ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ കൂടെയുള്ള പണ്ഡിതന്മാരെ കൂടി കൂട്ടിയിരുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട TSK തങ്ങൾ ബുഖാരി ഉൾപ്പെടെയുള്ള സാദാത്തുക്കളെ സാന്നിധ്യത്തിലും അവരുടെ പിന്തുണയിലുമായി മറുഭാഗത്തുകൂടിയുള്ള സമസ്തയിലെ ആലിമ്യങ്ങൾ കൂടി കൂടിയിരുന്നു കൊണ്ട് നല്ല മതപരമായ ചടങ്ങുകൾ നടന്ന ഒരു മഹല്ലായിരുന്നു കൂരിയാട് മഹല്ല്. അക്കാലഘട്ടങ്ങളിൽ ഒരു മുജാഹിദിനും ഒരു സുന്നിയുടെ മജ്ലിസിൽ വന്നിരിക്കുവാനും അവർക്ക് സപ്പോർട്ട് ചെയ്യാനും സാധിച്ചിരുന്നില്ല. അന്ന് അത്തരം മജ്ലിസുകൾ ഈ രാജ്യത്തെ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കും ആവശ്യമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സുന്നികൾ സംഘടിപ്പിക്കുന്ന വേദികളിലെ ഏറ്റവും അവ്വൽ സഫിലെ സാന്നിധ്യങ്ങളായി ജമാഅത്തെ ഇസ്ലാമിയും വഹാബികളും മാറി വരുന്നുണ്ട് എങ്കിൽ എവിടെയൊക്കെയോ അപകടങ്ങളും അപാകതകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഈ സമുദായത്തിൽ ഒരു യോജിപ്പിന്റെ മേഖലകൾ ഉണ്ടായപ്പോൾ ആ യോജിപ്പിന്റെ മേഖലകൾക്കെതിരെ ചില ആളുകൾ ഒറ്റപ്പെട്ട നീക്കങ്ങൾ നടത്തി. ആ നീക്കങ്ങൾ ഗുരുതരമായ പിഴവുകളിലേക്ക് വരെ എത്തി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്താകുമ്പോൾ അവിടുത്തെ ഓർമ്മ പതിപ്പായി കേരള കൗമുദി ഒരു ലക്കം പുറത്തിറക്കുമ്പോൾ ആ കേരള കൗമുദിയുടെ ലക്കത്തിൽ ബഹുമാനപ്പെട്ട മുനവ്വർ അലി ശിഹാബ് തങ്ങൾ എഴുതിയ ലേഖനമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. തന്റെ പിതാവിനെ കുറിച്ചും ആ പിതാവിന്റെ നയനിലപാടുകളെ കുറിച്ചും വിശദീകരിക്കുന്ന ലേഖനത്തിൽ മഹാനായ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ തന്റെ മൊബൈൽ ഫോൺ നമ്പർ അടക്കം വെച്ചുകൊണ്ടെഴുതിയ ലേഖനത്തിൽ അദ്ദേഹം ഒരു സംഭവം വിശദീകരിക്കുകയാണ്.
കോഴിക്കോട് കാളി മരണപ്പെടുകയും പിൽക്കാലത്ത് അവിടെ പല കാളിമാരുണ്ടാവുകയും ചെയ്തപ്പോൾ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ തന്നെ കുടുംബത്തിൽപ്പെട്ട ഒരു തങ്ങളെ അവിടെ ഒരു മഹല്ലിൽ കാളിയായി നിശ്ചയിക്കപ്പെടുമ്പോൾ ആ കാളി ആരോഹണ ചടങ്ങിലേക്ക് പാണക്കാട് തങ്ങൾ ക്ഷണിക്കപ്പെടുകയും ആ ക്ഷണം പാണക്കാട് തങ്ങൾ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെ ആ പരിപാടിയിലേക്ക് പോകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ സമ്മർദ്ദം ചെലുത്തിയ കക്ഷികളായിരുന്നു SK വിഭാഗം എന്ന് പറയുന്നത്. മഹാനായ പാണക്കാട് ശിഹാബ് തങ്ങളുടെ പൊന്നോമന പുത്രനായ മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ്. ഇനിയും നിങ്ങൾ ആലോചിച്ചു നോക്ക് സഹോദരന്മാരെ, SKSSF-കാരന്റെ തിട്ടൂരങ്ങൾ വകഞ്ഞു മാറ്റി ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കോഴിക്കോട് ആ കാളിയാരോഹണ ചടങ്ങിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെ വഴിയോരത്ത് തടഞ്ഞു നിർത്തിയിട്ട് കേരളത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബത്തിലെ ഒരു സയ്യിദിന്റെ വാഹനം റോഡിൽ വെച്ച് തടയാൻ ആരെങ്കിലും ധിക്കാരം കാണിച്ചിട്ടുണ്ട് എങ്കിലോ ആ ധിക്കാരം ചെയ്ത ആളുകൾ കേരളത്തിലെ SKSSF-കാരനാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ്. DYFI-കാരനോ RSS-കാരനോ പാണക്കാട് തങ്ങളുടെ വാഹനം തടയാൻ ധൈര്യമുണ്ടായിട്ടില്ല. എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്ക് സഹോദരന്മാരെ, കേരള കൗമുദിയുടെ ലേഖനമാണ് നിങ്ങൾ കാണുന്നത്. വഴിയോരത്ത് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വാഹനം തടഞ്ഞു നിർത്തിയിട്ട് SKSSF-കാരൻ പറയുന്നത് കോഴിക്കോട് ആ പരിപാടിയിൽ നിങ്ങൾ പോകാൻ പാടില്ല എന്ന. എന്താണ് ആ പരിപാടിയിൽ പോയാലുള്ള തകരാറ് എന്ന് അവർ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ പറഞ്ഞു, അവിടെ കാളിയായി ആരോഹണം ചെയ്യപ്പെടുന്നത് എന്റെ കുടുംബക്കാരനാണ്, അദ്ദേഹം എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, ആ ക്ഷണം ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. ക്ഷണം സ്വീകരിക്കുക എന്ന മതപരമായ നിലപാട്, കരാറ് പൂർത്തിയാക്കുക എന്ന മതപരമായ ധാർമ്മികമായ നിലപാട്, ആ നിലപാട് നിർവഹിക്കാൻ കോഴിക്കോട്ടേക്ക് പോകുന്ന പാണക്കാട് തങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് SK-കാരന് പറയാൻ ഒരൊറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായിരുന്നു ആ കാര്യമെന്നറിയുമോ? കോഴിക്കോട് കാളിയാരോഹണ ചടങ്ങിൽ കാന്തപുരം ഉസ്താദ് പങ്കെടുക്കുന്നുണ്ട്, അതുകൊണ്ട് കാന്തപുരം ഉസ്താദ് പങ്കെടുക്കുന്ന പരിപാടിയായതുകൊണ്ട് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വാഹനം വടിയോരത്ത് തടഞ്ഞു വെക്കുമ്പോൾ മഹാനായ പാണക്കാട് തങ്ങൾ ആർജവബോധത്തോടെ പറഞ്ഞു, എങ്കിൽ എനിക്ക് കാണേണ്ടത് കാന്തപുരം ഉസ്താദിനെയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ SK-കാരന്റെ തിട്ടൂരങ്ങൾ സാമുദായിക വിരുദ്ധമാണ്. മഹാനായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മനസ്സിൽ താലോലിക്കുന്ന ആദർശൈക്യത്തിന് വിരുദ്ധമാണ്. മഹാനായ ശംസുൽ ഉലമ സ്വപ്നം കണ്ട ഐക്യത്തിന്റെ സാക്ഷാത്കാരത്തിന് ഘടകവിരുദ്ധമാണെന്ന് മനസ്സിലാക്കി തന്നെ തടഞ്ഞു വെച്ച SK-കാരനെ വകഞ്ഞു മാറ്റി തന്റെ വാഹനം കോഴിക്കോട് കാളിയാരോഹണ ചടങ്ങിൽ പങ്കെടുത്തു എന്ന കഥ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരള കൗമുദിയിൽ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പൊന്നോമന പുത്രനായ മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഞാൻ ഇത് ഓർമ്മപ്പെടുത്തുന്നത് അടിസ്ഥാനപരമായി ഇന്ന് സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലഹങ്ങളുടെ കാരണം കണ്ടെത്താനാണ്. ന്യായമായും ഉറച്ച് ഞങ്ങൾ വിശ്വസിക്കുകയാണ്, ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എങ്ങാനും കേരളത്തിൽ നിന്ന് ജീവിച്ചിരിപ്പുണ്ട് എങ്കിലോ ആ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഹയാത്തി രാജ്യത്തുണ്ടായിരുന്നുവെങ്കിലോ ഈ കോലാഹലങ്ങളുമായി തെരുവിലൂടെ കറങ്ങാൻ ഈ കലാപകാരികൾക്കൊരിക്കലും ധൈര്യം വരുമായിരുന്നില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം മർക്കസിൽ വർഷങ്ങൾക്ക് മുമ്പ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മരണപ്പെടുന്നതുവരെ മർക്കസിലുണ്ടായിരുന്ന തിരികേശത്തിനെതിരെ ഇതുപോലെയുള്ള കാടളക്കി പ്രചരണം നടത്താൻ കേരളത്തിന്റെ തെരുവിൽ ഇതുപോലെയുള്ള കക്ഷികളെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല ഇത്ര സജീവമായിട്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഒരു ഐക്യത്തിന്റെയും സാമുദായിക താല്പര്യത്തിന്റെയും സന്ദേശങ്ങൾ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ തിരിച്ചറിയുകയും അങ്ങനെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ കഴിഞ്ഞ മർക്കസ് സമ്മേളനത്തിൽ കാലാകാലങ്ങളായി തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് മാറി നിൽക്കേണ്ടി വന്ന മുസ്ലിം ലീഗിന്റെ സമാധാനീയരായ നേതാക്കൾ മറ്റ് രാഷ്ട്രീയ നേതാക്കളോടുകൂടെ മർക്കസിന്റെ സമ്മേളനത്തിൽ കടന്നു വരികയാണ്. അങ്ങനെ കടന്നു വന്നുകൊണ്ട് MSF എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായ PK ഫിറോസ് സംസാരിക്കുന്നത്
ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനോട് ഇങ്ങനെ ഒരു യോജിപ്പിന്റെ പാലം കെട്ടി പോകണമെന്ന് കാലങ്ങളായി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്റെ പ്രസ്ഥാനം കൂടി ആ ഒരു നിലപാടിലേക്ക് കടന്നു വരുന്നത് വരെ ഞാൻ കാത്തിരുന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാചകമുണ്ട്, ഇപ്പോൾ കാന്തപുരം ഉസ്താദിന്റെ അരികിൽ കടന്നു വരാത്ത ആളുകൾക്ക് കൂടി ഭാവിയിൽ ഇവിടെ കടന്നു വരേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് PK ഫിറോസ് സാഹിബ് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. മർക്കസിന്റെ 33ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ദേശസുരക്ഷാ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. മർക്കസുമായി വ്യക്തിപരമായി ഏറെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരാളാണെങ്കിലും സംഘടനാപരമായി ഒരകൽച്ചയുള്ളതിൽ ഏറെ പ്രയാസം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ആ അകൽച്ചയും ഈ സമ്മേളനത്തോടു കൂടി കുറഞ്ഞു വരുന്നു എന്ന് കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് വരും നാളുകളിൽ എതിർപ്പ് കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് പോലും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെയും മർക്കസിന്റെയും നേട്ടങ്ങളെ അംഗീകരിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ഒരു സാഹചര്യം വന്നപ്പോൾ PK ഫിറോസിനെ സത്യധാരയിലൂടെ ഇവർ കുതിര കയറി. PK ഫിറോസിനെ സംബന്ധിച്ചു പറഞ്ഞത് വളഞ്ഞ വഴിയിലൂടെ വന്നവൻ എന്നാണ്. അതായത് ഇവരുടെ ഈ ഹിഡൻ അജണ്ടക്കാരൊക്കെ എതിര് നിന്നോ, ആ എതിര് നിന്ന ആളുകളെ മുഴുവനും പുറം കയറാതെ അവർ ഒരിക്കലും വിട്ടിട്ടില്ല. പുറം കേറുക മാത്രല്ല, കാല് കഴുകാതെയാ കേറുക. അതാ രസം. കേറുകയാണെങ്കിലും വേണ്ടേ ഒന്ന് കയ്യും കാലും കഴുകിയിട്ട് കേറുക. ആ രൂപത്തിൽ മനുഷ്യന്റെ പുറം കേറും. വളഞ്ഞ വഴിയിലൂടെ വന്നവനാണ് PK ഫിറോസ്. MSFന്റെ നേതൃസ്ഥാനത്ത് എന്ന് പറയുന്നത് MSFകാരനല്ല, SKSSFകാരനാണ്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്, എന്താണ് ഈ വിവാദങ്ങളല്ലാതെ വെറുതെ അല്ല ഇത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇവിടെ സത്താർ പന്തല്ലൂരി എന്ന് പറയുന്ന ഒരു സാധു പറയുന്നുണ്ട്, ഇവർ സംവാദത്തിന് തയ്യാറാകുന്നില്ല. ഇവരിപ്പോൾ എല്ലാത്തിനും ചോദ്യത്തിനും മറുപടി പറയുന്ന ആളുകൾ, എല്ലാത്തിനും സംവാദത്തിന് വെല്ലുവിളി നടത്തുന്ന ആളുകൾ ഇപ്പോൾ സംവാദത്തിന് ധൈര്യം വരുന്നില്ല, വെല്ലുവിളി ഏറ്റെടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം വിലപിക്കുന്നത്. തുറന്നു പറഞ്ഞപ്പോ അതിനുശേഷം ചോദ്യങ്ങൾക്ക് മറുപടിയില്ല, ഭീഷണി മാത്രമാണ്. എല്ലാ കാര്യങ്ങൾക്കും സംവാദത്തിന് വേണ്ടി രംഗത്ത് വരുന്നവർ സംവാദത്തിനില്ല. എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി വാദപ്രതിവാദത്തിന് വേണ്ടി രംഗത്ത് വരുന്നവർ ഈ വിഷയത്തിൽ വാദപ്രതിവാദത്തിനില്ല. നമ്മൾ വ്യാസകേശമെന്നും പറയപ്പെടുന്ന ഈ മുടിയെക്കുറിച്ച് നിങ്ങൾ സംവാദത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ ലോകത്തുള്ള എല്ലാ മുടിയെക്കുറിച്ചും വേണമെങ്കിൽ നിങ്ങൾ സംവാദത്തിനാവാം. ഈ ഒരു അപ്പൊ അദ്ദേഹം പറഞ്ഞത് മർക്കസിലെ മുടിയെ കുറിച്ച് സംവാദത്തിന് എന്ന് പറഞ്ഞാൽ അവര് ലോകത്തെ മുടിയാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു മുടിയെ വിശ്വസിക്കണോലോടല്ലേ മറ്റേ മുടിന്റെ വർത്താനം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആവർത്തിച്ച് വ്യവസ്ഥയിൽ ചോദിച്ചതാ, ഒരു മുടി ലോകത്ത് നിങ്ങൾ പറയുന്നത് പോലെ സനത് ബോധ്യപ്പെട്ട ഒരൊറ്റ മുടി ഉണ്ട് എന്ന് നിങ്ങൾ പറയും. ആ ഒരു മുടിയുടെ വെള്ളം കുടിക്കും കൂരിയാട്ട മൂല്യര് എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. എന്നാ പിന്നെ മർക്കസിലെ മുടിനെ കുറിച്ച് ആലോചിക്കാം. അല്ലാതെ താലല്ലാത്തവൻ എന്തിനാ തളപ്പനെ കുറിച്ച് ആലോചിക്കണേ? നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം എന്താന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടണം. ഇൻഷാ അല്ലാഹ് സന്ദർഭോചിതമായി ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നത്, നമ്മളിപ്പോൾ ചോദ്യത്തിന് മറുപടി പറയാനും സംവാദം നടത്താനും ഇല്ല എന്നാണ്. കേരളത്തിന്റെ നൂറുകണക്കായ ജനസമൂഹത്തിന്റെ ആയിരക്കണക്കായ വിശ്വാസികളുടെ മുമ്പിൽ വെച്ച് അസന്നിഗ്ധമായി ഞങ്ങൾ ആവർത്തിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഖ്യാപനം ഇവിടെയും ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ഒരു സംവാദത്തിന് തയ്യാറാണ്. ഞങ്ങൾ എത്ര മുഖാമുഖത്തിനും തയ്യാറാണ്. സാക്ഷാൽ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരടക്കം ലോക പണ്ഡിതനെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ഫീലും ഫായിലും കൂട്ടി വായിക്കുമ്പോൾ ആ ഫീലും ഫായിലും കൂട്ടി വായിക്കുന്നത് ഏച്ചുകൂട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന പോലെ അറബി ഗ്രാമർ കൈകാര്യം ചെയ്യുന്ന സാക്ഷാൽ നദിവിയടക്കം നിങ്ങളുടെ മുശാവറ മെമ്പർമാരടക്കം വന്നാലും കാന്തപുരം ഉസ്താദിന്റെ ചെരുപ്പെടുക്കുന്ന കുട്ടികളായ ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണ്. നമ്മളോടാണ് ഇവിടെ വന്ന് വെല്ലുവിളി നടത്തുന്നത്. ആയിക്കോട്ടെ, ഞങ്ങൾ റെഡിയാണ്. ഒരു സംവാദത്തിനാണെങ്കിൽ സംവാദത്തിന്.
മുഖാമുഖം എത്ര കൂട്ടരെ ഞങ്ങൾ നടത്തി, മതിവരുവോളം ചോദിച്ച് കെതച്ച് മൈക്ക വെച്ച് ഇറങ്ങിപ്പോയി എന്നതല്ലാതെ ഒരു ചോദ്യം ഉപചോദ്യം എന്ന് ഞങ്ങളെ ഏതെങ്കിലും ഒരു മുഖാമുഖത്തിൽ ഞങ്ങളെ തൊള്ള കൊണ്ട് പറഞ്ഞത് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? പക്ഷേ നിങ്ങൾ മുഖാമുഖം നടത്തി ചോദിക്കാൻ അയക്കാത്തത് ആരാ? എണീറ്റ് നിൽക്കുമ്പോൾ പറയും ഒരു ചോദ്യം, രണ്ടാം ചോദ്യം, പിന്നെ അങ്ങോട്ട് കുരച്ചു മാറി പോവുക, അല്ലെങ്കിൽ സദസ്സെന്ന് കുരക്കും. ഇതല്ലേ നിങ്ങളെ ചോദ്യത്തിന്റെയും മറുപടിയുടെയും അവസ്ഥ? പക്ഷേ ഞാൻ പറഞ്ഞു, എന്റെ വിഷയത്തിലേക്ക് തന്നെ വരാ. എന്തിനാണ് ഇവർ ഈ ഒരു യോജിപ്പിന് തുരങ്കം വെക്കുന്നത്? മറ്റൊന്നിനുമല്ല. ഈ സാധുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു മുജാഹിദിന്റെ മുന്നിൽ പോയി ഒരു വ്യവസ്ഥ എഴുതാൻ ഇക്കാലം വരെ ഇരുന്ന ഒരു ചരിത്രം ഇവർക്ക് പറയാനുണ്ടോ? കൂരിയാട് നദിവി എത്ര ഖണ്ഡന പ്രസംഗം നടത്തി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ. കൂരിയാട് നദിവി വഹാബികൾക്കെതിരെ എത്ര ഖണ്ഡന പ്രസംഗം നടത്തി. വഹാബികൾക്കെതിരെയും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും വാദപ്രതിവാദം നടത്താനുള്ള ഒരു വ്യവസ്ഥ എഴുതാൻ സുന്നിയാണെന്ന് പറഞ്ഞ്, സമസ്തയാണെന്ന് പറഞ്ഞ്, സുന്നി പ്രബോധകനാണെന്ന് പറഞ്ഞ മുസ്ലിയാരെ ഇക്കാലയളവിനിൽ എത്ര വഹാബികളോട് ഖണ്ഡനം നടത്താൻ നിങ്ങൾക്ക് അവസരമുണ്ടായിട്ടുണ്ട്? നാട് നീളെ അള്ളാന്റെ ഹബീബിന്റെ തിരുകേശത്തിനെതിരെ വിഡ്ഢിത്തം വിളമ്പാൻ വേണ്ടി സമയം ചെലവഴിക്കുന്ന കുരിയാട് നദിവി ചോദിക്കട്ടെ, ഞങ്ങൾ ചെയ്യണ കുറെ പണി നിങ്ങളെ കൊണ്ട് കഴിയൂല. പണ്ടൊരു ഉസ്താദ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, കമ്മിറ്റിക്കാർ വല്ലാതെ മേത്തുകിടുത്തപ്പം പറഞ്ഞു, നിങ്ങൾ കേറുന്ന തെങ്ങുമ്പ കയറ്റം ഞാൻ കേറിത്തരാം. ഞങ്ങൾ ഓതുന്ന ഹുത്തുബങ്ങളൊന്ന് ഏടുപിടിച്ച് കണ്ട് എന്നെ ഓതിത്തരോ എന്ന് ചോദിച്ച ചോദ്യമുണ്ട്. ഞങ്ങള് വഹാബികളോടും ഞങ്ങൾക്ക് ഈ പണിയുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയോട് ഈ പണിയുണ്ട്. ഞങ്ങൾക്ക് ഈ ജമാഅത്തെ ഇസ്ലാമിയെയും വഹാബിയെയും ചേകന്നൂരിനെയും കണ്ടുപഠിച്ച കള്ളത്തൊരിക്കത്തുകാരുടെ കള്ളവാദങ്ങൾ സമുദായത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞ ആലിമീങ്ങളുടെ പാഠശാലയിൽ ഇരിക്കാൻ അവസരം കിട്ടിയ സാധുക്കളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളെ, നിങ്ങൾ ഞങ്ങൾക്കൊരു ചുക്കുമല്ല. ഞങ്ങൾ തയ്യാറാണ്, വാദപ്രതിവാദത്തിന് തയ്യാറാണ്, സംവാദത്തിന് തയ്യാറാണ്, മുഖാമുഖത്തിന് തയ്യാറാണ്. ആണുങ്ങളെയാണ് കിട്ടേണ്ടത്, ആണുങ്ങളെയാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത്. എന്താ സഹോദരന്മാരെ, അപ്പൊ എന്താ വിഷയം? ആ ഒരു പരിപാടി ഒന്നുമില്ല. ആകെ ബൽക്ക് വ്യവസ്ഥ ചെയ്താൻ വരുന്ന പണി സുന്യാളെ മുന്നിക്കാ. ആകെ ഇവർക്ക് ഖണ്ഡനം നടത്താനുള്ളത് കാന്തപുരം ഉസ്താദിന്റെ ഗീബത്താണ്. അതാണ് ഒന്നായി കഴിഞ്ഞാൽ പിന്നെ ബല് വല്ല മരത്തുമ്മ കയറാനും തെങ്ങുമ്മ കയറാനും പോണ്ടി വരൂലേ? അതാണ് പ്രശ്നം. അങ്ങനെ നോക്കുങ്ങൾ, സമുദായത്തിലുണ്ടായ ഒരു നല്ല യോജിപ്പിനെ എത്ര വക്രബുദ്ധിയോടുകൂടെയാണ് ഈ മൗലവിമാര് കൈകാര്യം ചെയ്തത്. തോട്ടു എന്ന് പറയുന്ന ഒരു സാധുണ്ട്, ഒരു സഫീഹ്, കൂരിയാട് നദിയുടെ വാക്ക് കടടുക്കുകയാണ്. ആ തോട്ടു അയാള് പറയാണ് ലീഗിന്റെ നേതാക്കന്മാരെ കുറിച്ച് പൊട്ടന്മാര്. എന്താ കാരണം? മർക്കസിന്റെ സമ്മേളനത്തിൽ പോയിരുന്നതാണ് കുഴപ്പം. എന്നിട്ട് ചങ്ങായി പറയാ, സംഗതി നമ്മളെ നേതാക്കന്മാരൊക്കെ തന്നെയാണ്, പക്ഷെ തലന്റെ ഉള്ളിൽ ഒന്നുമില്ല. ഇവന്റെ തലന്റെ ഉള്ളിൽ ആ വൈറ്റ് ഹൗസ് മുഴുവല്ലേ. ആ തോട്ടുവിന്റെ പൊട്ടത്തിലൊന്ന് നോക്കിങ്ങള്. ഭരണത്തിന്റെ ഒരു പിൻബലം ഉണ്ടാവണം. അപ്പൊ മൂപ്പര് ഭരിക്കണോടൊപ്പം കൂടും. കച്ചവടക്കാർക്കൊക്കെ അങ്ങനെയാണല്ലോ, അല്ലേ? നമ്മുടെ നാട്ടിലെ കച്ചവടക്കാർ എങ്ങനെ? LDF ഭരിക്കുകയാണെങ്കിൽ LDFന്റെ ആളാണ്, UDF ഭരിച്ചാൽ UDFന്റെ ആൾ. 6 നമ്പർ മൂപ്പർ മർക്കസ് സമ്മേളനത്തിലും കാട്ടിവെക്കി. പൊട്ടന്മാർക്ക് തിരിയോ എന്തിനാ അയാൾ വിളിച്ചത്? പോയാണ്ടിരുന്ന് കൊടുത്തു. കാര്യം നമ്മൾ MLA മാർ നേതാക്കന്മാരൊക്കെയാണ്, പക്ഷെ ബുദ്ധിപരമായി പിന്നോക്കാവസ്ഥയാണ്, പറയാക്കാൻ പറ്റൂല. വളരെ മൂപ്പർക്കറിയാം UDF ഭരണം വരുന്നു. അപ്പൊ കച്ചവടം നടക്കണമെങ്കിൽ പിന്നെ വ്യവസായ മന്ത്രിയാകാൻ സാധ്യതയുള്ള ആൾക്കാർ ആരാ നോക്കുകയാണ്? ഇപ്പൊ കരീമല്ലേ. ഇനി അടുത്ത വ്യവസായ മന്ത്രിനെ സോപ്പിടാൻ വേണ്ടി നമ്മൾ നിങ്ങൾക്ക് വോട്ട് ചെയ്തോളാറിനൊപ്പം കൂടും. അപ്പൊ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഒരു സെക്കുലർ ജനാധിപത്യ സംവിധാനത്തിൽ ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന ഒരു പണ്ഡിതൻ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തി സമുദായത്തെ സേവിക്കുക എന്നത് കച്ചവടമല്ല സാധു. അതിന് അന്തെന്നാ മലയാളത്തിൽ പറയാ, അതിന് ബുദ്ധി എന്നാ മലയാളത്തിൽ പറയാ. ഇനി നോക്ക് സഹോദരന്മാരെ, ഉണ്ടായില്ലേ? ഞങ്ങള് പണ്ടേ ചെയ്തപ്പോ നിങ്ങൾ കുതിരയാക്കി. അവസാനം നിങ്ങളെ സ്റ്റേജുമ്മ ശ്രീധരൻ പിള്ള എത്തിയില്ലേ? അവസാനം നിങ്ങളുടെ സ്റ്റേജുമ്മ ബിനോയ് വിശ്വ എത്തിയില്ലേ? അവസാനം നിങ്ങളുടെ സ്റ്റേജുമ്മ കോഴിക്കോട് മേയറായ CPM കാരൻ എത്തിയില്ലേ? എന്താ വ്യത്യാസം? ഇങ്ങള്
ഞങ്ങൾ കയറിയ ബസ് സ്റ്റോപ്പിക്ക് നിങ്ങൾ എത്തണമെങ്കിൽ തന്നെ ഒരു 100 കൊല്ലത്തെ വ്യത്യാസമുണ്ട്. അതാണ് നമ്മൾ ഈ സനത് വേച്ചൂട്ടിയ ഒക്കാത്ത. ഞങ്ങളെ കൊല്ലം നിങ്ങളെ കൊല്ലം ഒരുപാട് നൂറ്റാണ്ടിന്റെ വ്യത്യാസമുണ്ട്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആരാ പൊട്ടൻ? MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് മർക്കസ് സമ്മേളനത്തിൽ വന്നതുകൊണ്ട് ബുദ്ധിപരമായി പിന്നോക്കക്കാരനാണോ? കുട്ടി അഹമ്മദ് കുട്ടി ബുദ്ധിപരമായി പിന്നോക്കക്കാരനാണോ? അങ്ങനെ MK മുനീർ ബുദ്ധിപരമായി പിന്നോക്കക്കാരനാണോ? മർക്കസിന്റെ VIP സമ്മേളനം കോഴിക്കോട് നടക്കുമ്പോൾ അതിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ബുദ്ധിപരമായി പിന്നോക്കക്കാരനാണോ? ഓലൊക്കെ അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞ വർത്താനം കുതിരവട്ടത്തെ വർത്താനാണ്. ഞങ്ങളും ബന്നെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു കുതിരവട്ടത്ത് എന്നാ പിന്നെ ഓല ബുദ്ധിമാന്മാരെ ചെല്ലുണോല് പോയത്തക്കാരേക്കാരം. എന്താണ് സഹോദരന്മാരെ ഇതിന്റെ കാരണം? എന്നിട്ട് ഇവിടെ അമ്പലക്കടവിലെ മൊയ്ലിയേര് പറയണേ AP ഉസ്താദ് പാക പ്രഷറും ഷുഗറൊക്കെ കൂടിയിട്ട് വീണു പോകുകയാണ് എന്നാണ്. ഒരു ദിവസം അള്ളാന്റെ തൗഫീഖോടുകൂടെ ഈ സെക്കൻഡ് വരെ ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തന്റെ നിറപുഞ്ചിരിക്ക് കോട്ടം വരുത്തുന്ന ഒരു സെക്കൻഡ് കാന്തപുരം ഉസ്താദിന്റെ സുന്ദരമായ മുഖഭാവങ്ങളിൽ നിന്ന് കേരളീയ സമൂഹം കണ്ടിട്ടില്ല കൂട്ടരെ. പക്ഷേ ചെറുശ്ശേരി സേനിധി മൂല്യര് ദാറുലുദയിലെ സമ്മേളനത്തോടു കൂടെ വേഗം പിടിച്ച് പെരിപ്പോയതാ. എന്തേ കാരണം? ഞങ്ങൾ അവിടുന്ന് കുറച്ച് ക്ലിപ്പേറ്റ് വന്നതാ. നിങ്ങൾക്ക് ആ CD തൊട്ടാ കൈ പൊള്ളുകയാണ് അല്ലേ? എന്താണ് സഹോദരന്മാരെ ഇതിന്റെ കാരണം? AP ഉസ്താദ് ആകെ ബേജാറില്ലാത്രേ, AP ഉസ്താദ് ആകെ ഷുഗറില്ലാത്രേ. ഞങ്ങൾക്ക് ആകെ ഒരു ടെൻഷനുള്ളൂ. ഈ ഷെയർ മുബാറക്കിന് ഇത്ര പബ്ലിസിറ്റി കൊടുത്ത കാരണത്താൽ അടുത്ത റബീഉൽ അവ്വൽ എവിടെയാ ഈ മൂമിനീങ്ങൊക്കെ പാടെ നിൽക്കാൻ ഞങ്ങൾ സ്ഥലം കൊടുക്കുക എന്നുള്ള ബേജാറുണ്ട്. ആ ഒരു ബേജാറല്ലാതെ അള്ളാന്റെ തൗഫീഖോടുകൂടെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകളെ സംരക്ഷിക്കുന്നതിൽ 1000 അബൂജഹലുമാര് ഞങ്ങൾക്കെതിരെ ഒന്നിച്ചണിനിരന്നാലും ഞങ്ങൾക്കൊരു സെക്കൻഡ് പോലും പതറേണ്ട സാഹചര്യമില്ല. മനസ്സിലാക്കിക്കോ. ഈ ബിലീസ് തന്നെ വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല. പിന്നെ അപ്പൊ കൂരിയാട് നദിവിയും തോട്ടുമുക്കൊക്കെ ഇല്ലാന്ന് സത്യമാണ്. പക്ഷേ ഷഹർ മുബാറക്ക് വിവാദം വന്നതോടുകൂടെ വന്ന മാറ്റം തങ്ങൾക്കറിയോ? ഷഹർ മുബാറക്ക് വിവാദത്തോടുകൂടെ വന്ന മാറ്റം, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇപ്പോ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്ന് ഈ രാജ്യത്ത് ആർക്കും സംശയമല്ല. എല്ലാവർക്കും ഉറപ്പാ കാന്തപുരത്തെ മൂല്യർ ഇപ്പോഴും സജീവാട്ടോ. ആരും പറയും, രാജ്യത്തെ ജോസഫ് പറയും, രാമകൃഷ്ണൻ പറയും, ആ കാന്തപുരത്തെ മൂല്യർ സജീവ. എന്നാ നോക്കുങ്ങൾ, ഒരു കാലത്ത് താണിക്കല്ലിൽ തവളയിരിക്കുന്നത് പോലെ തെരുവിലെ ഫ്ലക്സ് ബോർഡിൽ ഒരു ചിത്രം കണ്ടിരുന്നു നമ്മൾ. ആ ചിത്രത്തെയാണ് ഞാൻ ഉപമിച്ചത്, ആളെ ഉപമിക്കണില്ല. ഞാൻ ജന്തുവിനൊരു മോശം വേണ്ട വിചാരിച്ചിട്ട്. നിങ്ങൾക്കറിയോ, ആ ഫ്ലക്സ് ബോർഡിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഈ അരത്തൊപ്പിയും വെച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡ് നമുക്ക് കാണാമായിരുന്നു. ആ തൊപ്പിയെ കുറിച്ച് തന്നെ ഇവർക്ക് ചില വിശേഷണങ്ങളുണ്ട്. എന്താണ് ആ തൊപ്പിയെ കുറിച്ച് ഇവർക്ക് പരിചയപ്പെടുത്താനുള്ളത്? കാര്യങ്ങള് സാക്ഷാൽ റഹ്മത്തുള്ളാ കാസിമി ഉൾപ്പെടെയുള്ള ആളുകളുടെ തൊപ്പിയെ കുറിച്ച്, അവരുടെ പ്രബോധകന്മാരുടെ തൊപ്പിയെ കുറിച്ച് അവർ പറയുന്നതും അവർ പരിചയപ്പെടുത്തുന്നതുമായ വാക്ക് സഹോദരന്മാരെ നിങ്ങൾ നോക്കണം. എന്താണ് അവർ പരിചയപ്പെടുത്തുന്നത്? അവരുടെ ഇസ്ലാമിക പ്രബോധകന്മാർ, ആ ഇസ്ലാമിക പ്രബോധകന്മാരുടെ വേഷവിധാനങ്ങളെ കുറിച്ച് അവർ പരിചയപ്പെടുത്തുകയാണ്. ഒരു മുസ്ലിം പണ്ഡിതന് ചേർന്ന വേഷമല്ല അവർ പരിചയപ്പെടുത്തുന്നത്. പണ്ഡിതന്മാരുടെ ഐഡന്റിറ്റിയാണ് നമ്മുടെ വേഷവും പെരുമാറ്റവുമെല്ലാം. പക്ഷേ നമ്മുടെ അറബി കോളേജുകൾ ഈ രംഗത്ത് നിരാശാജനകമായ ഫലമാണ് സൃഷ്ടിക്കുന്നത്. കുറച്ച് പൊതുവിജ്ഞാനവും ഒരു കേവല ഡിഗ്രിയും നേടുമ്പോഴേക്ക് പണ്ഡിത ശിയാറുകളോട് പുച്ഛവും അപകർഷതാബോധവും തോന്നുന്ന അപകടകരമായ പ്രവണത വർദ്ധിച്ചു വരികയാണ്. എന്നിട്ട് കേട്ടോളൂ, ആരെയാണ് റഹ്മത്തുള്ളാ മൂത്തേടത്തിനെ ഒന്ന് കണ്ടോളി. ആ തൊപ്പി ഉള്ളതൊന്നും കൊടുത്താൽ തിരക്കടില്ല. തൊപ്പി ഒരു സെക്കൻഡ് ഉണ്ടാവുള്ളൂ സ്റ്റേജുമെന്ന്, ബാക്കി അതും ഉണ്ടാകലില്ല. കാരണം എന്താ? മുക്കൂട്ടു മുന്നണിയിലെ ഘടകകക്ഷികളെ കൂടി തൃപ്തിപ്പെടുത്തണ്ടേ? അങ്ങനെ ഇദ്ദേഹത്തെ ഇവർ പറയുന്നത് നോക്ക്, ഇറക്കം കുറഞ്ഞ ഇടുങ്ങിയ കുട്ടിക്കുപ്പായവും വീതിയേറിയ കരയുള്ള തുണിയും
മൂർദാവിൽ ഒരു ജൂതത്തൊപ്പിയും. ആരാ പറയുന്നത്? സുന്നി അഫ്കാർ വാരിക. മൂല്യമാരെ, ആര തലയിലാ ജൂതത്തൊപ്പി? ആര തലയിലാ ജൂതത്തൊപ്പി? റഹ്മത്തുള്ളയുടെ തലയിൽ അതുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സുന്നി അഫ്കാർ വായിച്ച എസ്കക്കാരൻ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്കറിയോ, അങ്ങനെ തെരുവുകളിൽ മുഴുവനും ഒരു കാലത്ത് ആ ഫ്ലക്സ് ബോർഡ് കണ്ടിരുന്ന ഒരു കാലുണ്ട്. അങ്ങനെയുള്ള ഒരു മൂല്യർക്ക് ഇപ്പൊ കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ട അവസ്ഥ എന്താ? കൂട്ടരെ, ഞാനും ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ട് ട്ടോ. നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് ഈ അവസ്ഥ വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ മുമ്പ് എത്ര കണ്ട് സജീവമായിരുന്നോ അതിനേക്കാൾ സജീവമാണ് കാന്തപുരം ഉസ്താദ്. നിങ്ങൾക്കറിയുമോ, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബിന്റെ ആസാറിനെ പരിഹസിക്കാൻ തെരുവിൽ വന്ന പല മുസ്ലിയാക്കന്മാർക്കും ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നൊരു മനുഷ്യന് സമൂഹത്തോട് പറയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഗതികേട് ആ മനുഷ്യന് ജീവിതത്തിൽ എന്തുണ്ടാകാനാ? മുഖം കെട്ടിട്ടില്ല, കെടാൻ പറ്റിയ മുഖല്ല. അപ്പൊ നോക്കുങ്ങള്, നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? ആ മനുഷ്യൻ പറയാണ്, ഞാൻ മരിച്ചിട്ടില്ല. ഈ റഹ്മത്തുള്ള, ഞാൻ മരിച്ചിട്ടില്ല, എനിക്ക് ഭ്രാന്തായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം കള്ളപ്രചാരകന്മാരുടെ പ്രചാരണത്തിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ നോക്കുങ്ങള്, ഒരു മനുഷ്യൻ തെരുവിൽ മുഴുവനും ഫ്ലക്സ് ബോർഡ് വെച്ചിരുന്ന, നാട് മുഴുവനും ഖുർആൻ മൊത്തമായും ചില്ലറയായും വിതരണം ചെയ്തിരുന്ന ഒരു മുസ്ലിയാർക്ക് കൂട്ടരെ, ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറയണമെങ്കിൽ ചുരുങ്ങിയത് എത്ര കാലം അയാളെ മനുഷ്യന്മാര് കാണാതെക്കണം? വേണ്ടേ? ആരെങ്കിലും എന്തെങ്കിലും കള്ളവാദം പ്രചരിപ്പിച്ച് വിചാരിച്ചുകാണ്ട് ജനങ്ങൾ അങ്ങനെ മനസ്സിലാക്കൂല. നാട്ടുകാരടിയിൽ മനുഷ്യന്മാരെ കാണണം. അത് കാണാത്തത് കൊണ്ട് മനുഷ്യന്മാര് മനസ്സിലാക്കിയതാ. എന്താണ് റഹ്മത്തുള്ള കാസിമിയെ കുറെ കാലം നാട്ടിൽ കാണാഞ്ഞത് എന്ന് SV മുഹമ്മദ് അലി എന്ന് പറയുന്ന സ്റ്റേറ്റ് നേതാവിനെ വിളിച്ചപ്പോൾ ആ കാര്യം കുറച്ച് ബോധ്യമായത്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത വെളിപ്പെടുത്തലുണ്ടാവുമ്പോ പിന്നെ വെളിപ്പെടുത്താം. നിങ്ങൾ ആലോചിച്ചു നോക്ക്. അങ്ങനെ ഇയാള് പറയാണ്, വീണ്ടും അയാൾ പറയാ അയാൾക്ക് മരിച്ചിട്ടില്ല. പണ്ടൊരു ചങ്ങായിക്കൊരു സംശയം, ഞാൻ തന്നെയാണോ? ഞാന് ചെറുശ്ശേരി സൈനുദ്ദീൻ മൗലവി തൊലാഖിന് 10 കൊടുത്ത മാതിരി, വളവരുത്ത മുസ്തഫാക്ക് ചെറുശ്ശേരി സൈനുദ്ദീൻ മൗലവി 10 കൊടുത്തത് ഭാര്യയെ തൊലാഖല്ലി എന്ന് പറഞ്ഞാൽ പോരാ. പറഞ്ഞത് പുതിയാപ്പിള തന്നെയാണ്, പറഞ്ഞത് പെണ്ണുങ്ങളെ പറ്റി തന്നെയാണ്. എന്നാലും പറഞ്ഞത് ഓൻ തന്നെയാണോ എന്ന് ഓനും സംശയമല്ല, ചെറുശ്ശേരി സൈനുദ്ദീൻ മൗലവിക്ക് ആ സംശയം. നിങ്ങൾ ആലോചിച്ചു നോക്ക് ഈ ഒരു ഗതികേട്. അങ്ങനെ അദ്ദേഹം പറയണേ, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ എന്താ പറയാ, ഈ സാധു ഇവന് നേരം വെളുത്ത സംശയം ഞാൻ തന്നെയാണോ? ഇപ്പൊ ഞാന് അങ്ങനെ എന്ത് ചെയ്താത്ര രാത്രി തുണിമൊരു കെട്ടിട്ട്. അപ്പോ ഇത് മനസ്സിലാക്കിയ വേറൊരു വളവൻ എന്ത് ചെയ്തു, ഇവന്റെ കെട്ട് കഴിച്ചിട്ട് വേറൊരു തുണിമ കൊണ്ടുപോയി കെട്ടി. നേരം വെളുത്തിട്ട് ആ കെട്ടുമൊക്കെ ഇങ്ങനെ നോക്കും, ഇവന്റെ അടുത്തേക്കും നോക്കും, ഞാൻ തന്നെയാ അപ്പൊ ഞാന്, അതോ അതാണോ ഞാന് എന്ന മാതിരി റഹ്മത്തുള്ളക്ക് സംശയായി. മൂപ്പര് എന്ത് ചെയ്യാണ്? മൂപ്പര് വീണ്ടും പറയാ, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. ഇയാളിപ്പാണ് ജീവിച്ചിരുന്ന തെങ്ങച്ച പല സമുദായത്തിന്. ഏതായാലും അതൊന്ന് നോക്കിങ്ങള്. എനിക്ക് പനിയാണ്, ഇന്ന് വരാൻ കഴിയില്ല. പക്ഷെ ഞാൻ വന്നത്, ഞാനിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ചില ആളുകൾ അറിയിക്കാം. ഫ്ലെക്സ് കാണാനല്ല, ഖുർആൻ ക്ലാസ് കേൾക്കാനല്ല. ഇയാൾ എവിടെ പോയതാന്ന് നാട്ടുകാർക്ക് അറിയില്ല. ചിലര് പറഞ്ഞു കാണാനല്ല, ചിലര് പറഞ്ഞു വേറുപാടില്ല. എന്തപ്പന് കാട്ടണ്? നാട്ടുകാരടിയിലും വേണ്ട. ഞങ്ങൾ അതൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഇയാൾ എവിടെ ആയാലും വേണ്ടില്ല. ഞങ്ങൾ അജണ്ടി അതല്ല, വിഷയം അതല്ല. ഇനി അയാൾ പറയും നോക്കി നിങ്ങള്. അവരോടുള്ള മറുപടി, അള്ളാഹുവിന്റെ കോടതിയെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന. അത് കണ്ണാടിയുടെ മുമ്പിൽ ചെന്നുകൊണ്ടാണ് ഖാസിമി പറയേണ്ടത്. 1000 തവണ ആവർത്തിച്ചോ. ചില ആളുകൾ അഭിപ്രായ പ്രകാരം ഞാൻ ഏർവാടിയിൽ ചങ്ങലയിലാണ്. സത്യത്തിൽ നേരത്തെ പറഞ്ഞ ട്രൗസർ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ചങ്ങല മാത്രമാണ്. അപ്പൊ നിങ്ങൾ എന്തിനാ ആ പണിക്കായിട്ട് നിൽക്കണേ? കണ്ടങ്ങള് ചെറുശ്ശേരി മൂലേര് ടൗസറിന്റെ കീപ്പട്ടാ പറഞ്ഞത്. ഇവല് ടൗസറുമല്ല, എന്നാലും അതിനേക്കാളും മെച്ചാ തോന്നുക ചിലപ്പോ. കളവ് പറഞ്ഞുണ്ടാക്കുന്നത്. കഴിഞ്ഞ ആഴ്ച എടവണ്ണപ്പാറ ഇല്ല, കളവ് പറഞ്ഞുണ്ടാക്കണതിനെതിരെ ആയത്തോതിയിട്ട് 22 കാരറ്റ് കളവ് പറയാഞ്ഞു കേട്ടോളി. AP വിഭാഗത്തിന്റെ പള്ളിയിൽ ഇന്റെ രോഗം
ഷിഫയാകാൻ വേണ്ടി ദുആ ചെയ്തു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. സവറോളം പട്ടത്ത് കണ്ട ആ പണിക്ക് നമ്മൾ നിൽക്കുവോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. അത് നമ്മൾ വളരെ ചിന്തിക്കണം. എടപ്പണ്ണ പറയുന്ന വിളിയോട് വിളി AP പള്ളിയിൽ വെച്ച് നിങ്ങൾക്ക് സുഖാകാൻ വേണ്ടി ദുആ ചെയ്യുന്നു. നമ്മൾ ചില ആളുകൾ തിരക്കിട്ട് കട നടത്തുന്ന ആളുകളൊക്കെ തിരക്കിട്ട് പോകുന്ന ഒരു പള്ളിയാണത്. അവർ വന്ന് എടവണ്ണപ്പാറത്തെ പള്ളി AP സുന്യാള പള്ളിനേക്കാളും അടുത്ത കടക്കാർക്ക് അങ്ങാടിയിലെ പള്ളി. പക്ഷെ അവിടേക്ക് മനുഷ്യന്മാർ പോണില്ല, ഈ വെട്ടെത്തി സഹിച്ചായിട്ട്. അതിനല്ലേ ചെങ്ങായിമാരെ നമ്മൾ ആ വെട്ടെത്തി എടുക്കണ്ടെന്ന് പറഞ്ഞത്. മമ്പാട്ടങ്ങാടിയിലെ പള്ളിക്ക് ഇയാളെ വെട്ടെത്തി പേടിച്ചിട്ട് മുജാഹിദള്ളിക്കൊക്കെ അങ്ങാടിയിൽ നിന്ന് കച്ചവടക്കാർ പോയത്. എടവണ്ണപ്പാറ ഞങ്ങളൊരു പള്ളി ഉണ്ടായതുകൊണ്ട് അവിടേക്ക് ഇവല ആൾക്കാർ തന്നെ പോകുന്നുണ്ട്. ഇവൽക്കും ആ വെട്ടെത്തി ആവശ്യമില്ല എന്ന് അർത്ഥം. കാസിമിയുടെ രോഗം മാറാൻ വേണ്ടിയിട്ട് അവിടെ പ്രത്യേകമായി ദുആ നടന്നു. മഅദല്ലാഹ്, അള്ളാഹു ഈ കള്ളവാദം കെട്ടിച്ചമത്തുന്നവരുടെ വാദകത്തെ തൊട്ട്, ഫിത്നകളെ തൊട്ട്, കദിബിനെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇക്കോലത്തിൽ നിലനിൽക്കേ അജാതി ദുആന്ന് അള്ളാഹു ഞങ്ങളെയും കാക്കട്ടെ. സംഗതി എന്താ നിങ്ങള്? റഹ്മത്തുള്ള സഖാഫി എളമരം, അദ്ദേഹം ആ പള്ളിയുടെ പ്രസിഡന്റാണ്. റഹ്മത്തുള്ള സഖാഫിയുടെ ബാപ്പ ഇപ്പൊ മരിച്ചു, അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അദ്ദേഹത്തിന്റെ പിതാവ് അസുഖമായി കിടക്കാണ്. അപ്പൊ ആ അസുഖം മാറ്റാൻ വേണ്ടി കണ്ട് എന്ത് ചെയ്തതാണ്? അവിടുത്തെ ഉസ്താദ്മാര് ദ്വാരുന്നതാണ്. അതാണ് ഇപ്പൊ ഈ ജാതി വർത്താനായി അങ്ങാടിയിൽ വന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഏത് സനതാക്കവും നിങ്ങളെ ഞങ്ങൾ പഠിപ്പിച്ച നാട്ടുകാർ പിരാന്താന്ന് പറഞ്ഞാൽ നാട്ടുകാരെ കുറ്റം പറയാൻ പറ്റുമോ? ആ ജാതി വർത്താനല്ലേ ഈ പറയുന്നത്. ഈ ഒരു ഗതികേട് ഇവിടെ അമ്പലക്കടവ് പറയണ എന്താ? AP ഉസ്താദ് ആകപ്പാടെ ഈ ഷെയർ മുബാറക്ക് എന്താ കാട്ടണ്ട് എന്ന് അറിയാതെ നിൽക്കുകയാണ്. ഞങ്ങൾ എന്താ കാട്ടണ്ട് എന്ന് റബീഉൽ അവ്വലാകുമ്പോ കാട്ടിത്തരാം. പക്ഷെ നിങ്ങളെന്താ കാട്ടുക? കുറുക്കൻ ആമനെ കിട്ടിയ മാതിരി കേക്കലുണ്ട്. നിലത്ത് വെച്ചാ തല കാണൂല, കൈ പിടിച്ചാ തല കാണാ, തല കിട്ടാതെ കൊല്ലാനും കഴിയൂല. ഈ ഒരു ഗതികേട് ഞങ്ങൾക്കല്ല കൂട്ടരെ, ഞങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ ആസാറ് ഞങ്ങളെ പരിശുദ്ധ നേതാക്കളുടെ പവിത്ര കൈകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതെന്തു ചെയ്യണമെന്നും മതത്തിന്റെ പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ചവരാണ് സുന്നികൾ. അതെന്ത് ചെയ്യണമെന്ന് ഞങ്ങളെ ആലിമീങ്ങൾക്കറിയാം, ഞങ്ങളെ പണ്ഡിതന്മാർക്കറിയാം, ഞങ്ങളെ സാദാത്തുക്കൾക്കറിയാം. നിങ്ങളെ കാര്യങ്ങൾ പറയും. ഞങ്ങളെ കാര്യം പറഞ്ഞല്ലോ. റബീഉൽ അവ്വൽ വരുമ്പോ കഴിഞ്ഞൊല്ലം ചെയ്ത അതേമാതിരി അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് നൽകുമാറാവട്ടെ, ദീർഘായുസ് നൽകുമാറാവട്ടെ. ആ തിരുകേശം കാണാനും അതിന്റെ പരിശുദ്ധ വെള്ളം കുടിക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. എന്തിനാ ഞങ്ങൾക്ക് പ്രഷറാണ്? ഇനി ആയാൽ തന്നെ ഞങ്ങൾക്ക് ആ തിരുകേശം മുഖ്യ വെള്ളം പെരയിൽ സ്റ്റോക്ക് അല്ലേ, കുടിച്ചാൽ സംഗതി ക്ലിയർ ആവൂലേ? നിങ്ങളെന്താ കാട്ടുക? ഈ തിരുകേശം എന്താ നിങ്ങൾ കാട്ടുക? നിങ്ങളതാണ് ആ പ്രശ്നം. എന്നിട്ട് AP ഉസ്താദാണ് പാക വിഗലും നീച്ചലും എന്തൊക്കെയാ? എന്താണ് ഈ മനുഷ്യന്മാര് തലീ കെട്ടി വർത്താനം പറയാൻ നടന്ന കാട്ടാന്ന്? ഒന്നോ രണ്ടോ ആക്ക് നാട്ടില് പിരാന്തായ നാട്ടുകാരെവിടെയും പരിസരത്ത് നമ്പൂരിന്റെ അടുത്ത് എത്തിച്ചു. നാട്ടില് പോരു നല്ലൊരു കൗമിന് ഒന്നിച്ച് പിരാന്തായ പിന്നെ ഓൽക്കൊരു സംഘടന ഉണ്ടാക്കുക, അതങ്ങനെ ജനകീയായ സംഘടനയായി മാറും. എന്താണ് പറയാ? മനുഷ്യൻ എന്തു പറഞ്ഞൂടാ പറയാതിരുന്നൂടാന്നൊന്നൊരു ലക്കുലകാനല്ല. എന്നിട്ട് സഹോദരന്മാരെ, ഇയാള് ഭയങ്കര സംഭവമാണേ. മൂപ്പര് ചെറുശ്ശേരി ജനതി മൂലര് മരിച്ച സമസ്തക്ക് എന്തേലും പറ്റോ പറ്റൂല എന്ന ആശങ്കയൊന്നും മൂപ്പർക്കില്ല. മൂപ്പര് പറയാ, ഒരു റഹ്മത്തുള്ള മരിച്ചാൽ സമസ്ത നശിക്കൂല. ഞങ്ങളെ അഭിപ്രായം റഹ്മത്തുള്ള കുറച്ചും കൂടി കാലം നിൽക്കണം, എന്നാലേ അതാണ് പറ്റ കൊണ്ടു ചാടുള്ളൂ. ആ സമസ്ത ഇപ്പൊ ചക്രശ്വാസം വലിച്ചാണ്. അത് മട്ടത്തില് മൂക്കിലാണ് പഞ്ഞി വെക്കണമെങ്കിൽ കുറച്ച് ദീർഘായുസും കൂടി നിങ്ങൾക്ക് വേണം. അതാ ഞങ്ങളെ അഭിപ്രായം. നിങ്ങൾ ആലോചിച്ചു. അയാൾ പറയാ, ഒരു റഹ്മത്തുള്ള മരിച്ചു എന്ന് കരുതിയിട്ട് സമസ്തക്കൊന്നും പറ്റൂല. അപ്പൊ ആകെ ഈ സാധനം എന്ന് പറഞ്ഞാൽ അതാ ഒന്ന് കേട്ടു. മരിച്ചത് കൊണ്ട് തീരുന്നതല്ല ബഹുമാനപ്പെട്ട സമസ്ത എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഞങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെ തന്നെ. റഹ്മത്തുള്ള മരിച്ചരുത്, എന്നാലേ അത് തീരുള്ളൂ. കാരണം എന്താണെന്നറിയങ്ങള്, ഇവിടെ വഹാബികൾ തെരുവിലിറങ്ങിപ്പോയി. ഒരു ഭാഗത്ത് AP ഉസ്താദിനെ ചീത്ത പറയുന്നത് കേൾക്കാനുള്ള സുഖത്തിൽ നിങ്ങൾക്ക് കൈയടിച്ച് നിങ്ങൾക്ക് ഗ്യാലറിയിൽ നിന്ന് പിന്തുണ തരുന്ന വഹാബികൾ, അപ്പുറത്തെത്തിയാ പറയുന്നത് എന്താന്ന് കൂട്ടരെ തിരിച്ചറിവില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവൂല.
ഹുസൈൻ സലഫി കൈകാര്യം ചെയ്യണ കോലം നോക്കുങ്ങള്. എങ്ങനെയാ സമസ്ത നിലനിക്കഞ്ഞ്? ഒരു മുജാഹിദിന്റെ മുന്നിൽ ഒരു ഖണ്ഡനത്തിന് പോയി നിങ്ങള്. പണ്ട് നിങ്ങൾക്ക് ശീലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് മേപ്പറല്ലാത്തവന് തീപ്പൊരി പേടിച്ചണ്ട. ഇങ്ങക്ക് അങ്ങനെയൊന്നും ആലോചിക്കേണ്ട കാര്യമല്ലല്ലോ. ഹുസൈൻ സലഫി പറയണോക്കി നിങ്ങള്. അതും കാണിച്ചിട്ട് വേറെ ഏതോ മുടി കൊണ്ടുവന്നിട്ട് വിറ്റ് കാശാക്കുകയല്ലേ നിങ്ങളുടെ തൊഴിൽ. വളരെ ചിന്തിക്കണം. ഈ രണ്ട് മുടിയും കൊടുത്തിട്ട് ഹബീബായ നബി പറഞ്ഞു, ഇത് വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ലോകത്തിന്റെ നാനാഭാഗത്തും ഈ മുടി വിതരണം ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിന്റെ നാനാഭാഗത്തും ഈ മുടിയുണ്ട്. വെല്ലൂരിലുണ്ട്. എവിടെയുണ്ട്? സാന്ദർഭികമായി പറയട്ടെ, വെല്ലൂരിൽ നിന്ന് സനദുള്ള ഹബീബായ റസൂലുള്ളാഹിയുടെ മുടിയിൽ വെള്ളം കുടിക്കൽ സ്വഹാബികളെ പതിവാണ്. റഹ്മത്തുള്ള വെറുതെ പറയുകയല്ല, പൈസക്ക് പറയുന്നതാണ്. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാവാട് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്. എന്തെങ്കിലും തോന്നിയത് പറയല്ല, വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാ. വേറെ ഏതോ മുടി എന്ന് നമ്മൾ വെറുതെ പറയുന്നതാണോ? നിങ്ങൾ നോക്കൂ, ഈ 2 ഗ്രൂപ്പുകാര്, കാന്തപുരം ഗ്രൂപ്പുകാർ ഒരിടത്ത് ഇങ്ങനെ മുടിയിളക്കിയിട്ട് വെള്ളം കൊടുക്കുന്നു, കേശം പ്രദർശനത്തിന് വെക്കുന്നു. അങ്ങനെ അവിടെ കുറെ ആള് കൂടുന്നു എന്ന് കണ്ടപ്പോ ഈ കാസിമിക്ക് സഹിച്ചില്ലല്ലോ. കാസിമി ഒരിടത്ത് നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. നിഷേധിക്കാനാകുമോ നിങ്ങൾക്ക്? നിങ്ങൾ എഴുതിയിട്ടുമുണ്ട്. തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഏതോ ഒരു മുടിയും കൊണ്ടുവന്ന് നടക്കേണ്. നിങ്ങൾക്ക് ആ മുടിയുടെ സനത് തെളിയിക്കാമോ എന്നൊക്കെ ഈ വിഭാഗം ചോദിക്കുന്നില്ലേ? അത് ഞങ്ങൾ ചോദിക്കുമ്പോ തെറ്റാണല്ലേ? എങ്ങനെയാ ചെങ്ങായിമാരെ സുന്നത്യമായി തേറ്റ് തെരുവിലിറങ്ങിയ ഈ റഹ്മത്തുള്ള 10 കൊല്ലം കൂടി ജീവിച്ച ആ സമസ്തന്റെ മഖബറിൽ നമുക്ക് സിയാറത്തിന് പോയിക്കൂടെ? സഹോദരന്മാരെ, ഇതാ കഥ. ഇതുമ തീരോ? ഇനി കേൾക്കണം നിങ്ങൾക്ക് ക്ലിപ്പിന്റെ മാലപ്പടക്കം. ഇതില് വലിയ രസം തരങ്ങള്. ഒന്നും തിരിയാത്തൊരു സാധനമാണ് ബാലുശ്ശേരി. അയാൾക്കും അന്തം വെച്ച കാലാപ്പം. എന്നാലും ഉബേൽക്ക് അന്തം വെച്ചില്ല. ലോക പണ്ഡിതനായിട്ട് എന്താ കാര്യം? തലന്റെ ഉള്ളിൽ അന്തം എന്നുള്ളതല്ലേ വേണ്ടത്. ഇനി കാസിമിനോട് മുജാഹിദ് ബാലുശ്ശേരി പറയണ എന്താ പറയണറിയോ? വെല്ലൂര് സനതുണ്ട്. എവിടെ സനത് കാസിമീൻ? അതാദ്യം പറയണം. റഹ്മത്തുള്ള കാസിമി കാന്തപുരം ഉസ്താദിനോട് പരമ്പര ചോദിക്കും. ഉസ്താദ് അള്ളാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഉസ്താദേ, എടോ നിങ്ങളെ ഈ ഒരതിച്ചല് ഞങ്ങൾക്ക് തിരിയാത്ത എസ്കക്കാരുണ്ടെങ്കിൽ അവിടെ പോയി ഒരതിച്ചോളി. ഞങ്ങളതിന് കിട്ടൂല. വെല്ലൂരിന്ന് കൊണ്ടുവന്ന വെള്ളാണ് ഇത്. കാസിമിന്റെ വാക്കാട്ടോ. വെല്ലൂരിന്ന് കൊണ്ടുവന്ന EK സുന്നിയക്കുണ്ടായ ബേജാറെന്നറിയോ? അതാദ്യം പറയണം. റഹ്മത്തുള്ള കാസിമി കാന്തപുരം ഉസ്താദിനോട് പരമ്പര ചോദിക്കും. വെല്ലൂരിന്ന് കൊണ്ടുവന്ന വെള്ളാണ് ഇത്. കാസിമിന്റെ വാക്കാട്ടോ. വെല്ലൂരിന്ന് കൊണ്ടുവന്ന വെള്ള, സേനതുള്ള വെള്ള, മുടിയിട്ട വെള്ളാണ്. അല്ലാന്റെ റസൂലേ, റഹ്മത്തുള്ള വെറുതെ പറയുന്നതല്ല, സേനതുള്ള വെള്ള. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ കാസിമി, സേനതുള്ള വെള്ള നിങ്ങളോ തൊള്ളോണ്ട് പറഞ്ഞാൽ സേനത് ഉണ്ടാകുകയും അത് കാന്തപുരത്തിന്റെ തൊള്ളോണ്ട് സേനത് എന്ന് പറഞ്ഞാൽ പോരാ, സേനത് പറയണമെന്നാ പറഞ്ഞു. അപ്പൊ നിങ്ങളെ തൊള്ളോണ്ട് പറഞ്ഞാൽ മതിയോ? ഇങ്ങോട്ട് മനസ്സിലാക്കിയില്ലേ? അത് ഈ ഇതേതാ കാലെന്ന് മനസ്സിലാക്കിക്കോ എസ്കക്കാരാ. റോട്ടും വന്ന് കുട്ടികള് തലപ്പാവ് തോണ്ടി എറിയും തോട്ടിയെടുത്തിട്ട്. അത് മനസ്സിലാക്കിക്കോ. കാലങ്ങട്ടാ പോണത്. ഇതുമ തീർന്നോ? ബാലുശ്ശേരി അടുത്തത് പറയാ. എന്താ പറയണ നിങ്ങള്? കാസിമി ഏത് സ്ഥാപനത്തിൽ നിന്നാ വായിച്ച്? AP ഉസ്താദ് കോട്ടൊക്കെ വെച്ച് ഉലമാക്കളോട് അത് പറഞ്ഞു. പണ്ട് ഉസ്താദ് പറഞ്ഞു പൊതുജനങ്ങളോട് പറയേണ്ടതല്ല, പറയേണ്ടത് ആലിമീങ്ങളോട് പറഞ്ഞു. കാസിമിനോട് അപ്പൊ ഇയാള് ചോദിക്കുക, എവിടെയാ ഈ കാസിമി? പട്ടിക്കാട് വായിച്ചിക്കണോ സനത്? ചേളാരിയിൽ വായിച്ചിക്കണോ? എവിടെയാ സനത് വായിച്ചത്? എന്നിട്ട് മൂപ്പര് പറയാ സനതുള്ള വെള്ളാന്ന്. ചോദിക്കട്ടെ കാസിമി, ഈ മുടിയുടെ സനത് നിങ്ങൾ എവിടെ വായിച്ചു? ഏത് പട്ടിക്കാട് ജാമിയാനുരിയിൽ വായിച്ചു? ഏത് ചേളാരി സ്ഥാപനത്തിൽ വായിച്ചു? നിങ്ങളുടെ ഏത് മന്ദിയിൽ വായിച്ചു? ഇതിന്റെ സനത് നിങ്ങൾ വായിച്ചില്ല. നിങ്ങൾക്ക് എങ്ങനെ കാന്തപുരത്തിനോട് ചോദിക്കാൻ അവകാശം? എങ്ങനെയാ ഇഞ്ച ചെങ്ങായിമാരെ? എന്തിനാണ് ഈ വയ്യാവേലി വലിച്ചിട്ടത്? വെയിലിമ കിടക്കണത് തോളത്തിടേണ്ട കാര്യം ഉണ്ടായിരുന്നോ?
ഇതുമ്മ തീർന്നോ? അടുത്ത കേട്ടോളി. ആന്ന് ഇനി കേക്കണങ്ങക്ക്. ഇനി പറയാണ് വലിയ ഒന്നൊന്നര വർത്താനാ പറയണത്. എന്താ പറയണ അറിയോ? AP ഉസ്താദിന്റെ അടുത്തൊരു മുടി തന്നെയുണ്ട്, നിങ്ങളടുത്ത് എത്താനുള്ളത് തൊള്ള. കാസിമിയാട്ടോ ഏറ്റവും ഗുരുതരമായ തെറ്റ്. ഇവിടെ മുടിയെങ്കിലും പേരിനുണ്ട്, മൂപ്പരുത്ത് മുടിയില്ല, തൊള്ളാത്രേ. എന്നിട്ടാ മൂപ്പരെ AP ഉസ്താദിനെ കുറ്റം പറയാ മൂപ്പര്. സംഗതി ഓല് കുറ്റം പറഞ്ഞോട്ടെ, ഞങ്ങള് കൈകാര്യം ചെയ്യും. ബാലുശ്ശേരി വക്കാലത്ത് പിടിക്കണ്ടോ. ഓരോ ഒത്താശയും ഞങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമല്ല. ഇതൊക്കെ ഞങ്ങൾക്ക് അള്ളാന്റെ തൗഫീഖോടുകൂടെ ഒറ്റക്ക് കൈകാര്യം ചെയ്യാവുന്ന കേസുള്ളൂ ബാലുശ്ശേരി. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യൂ ഇസ്കക്കാരാ? അതാ ഞങ്ങൾക്ക് തിരിയണ്ടേ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഇതുമ്മ തീർന്നോ? അടുത്ത് കേട്ടോളി. എന്താ പറയുന്ന അറിയോ? ഇതിന്റെ തകരാറെന്താന്നുള്ളത് പച്ചയിലാണ്. നമ്മൾ പറയാം ഈ ചെങ്ങായിക്ക് നേരം വെളുത്തിട്ടും ഈ അബൽക്ക് നേരം വെളുത്തില്ലാന്ന്. എന്തതിന് പറയാ? ഏത് ഏലസ പഠിച്ചോനെ കെട്ടിക്കൂടി. ഇബൽക്ക് എന്താ വെച്ചാൽ ഇപ്പൊ മന്ത്രിച്ചൂത്തു ഏലസൊക്കെ തുടങ്ങിയിരിക്കണ് ബാലുശ്ശേരിക്ക്. എവിടെങ്കിലും പോയി ഒന്ന് കെട്ടീന്റെ മെച്ചാണോ അള്ളാഹു ആയാലും. അല്ല എല്ലാ മുസ്ലിങ്ങൾക്കും ഇതാത്തി കൊടുക്കട്ടെ. അതില്ലെങ്കിൽ ഓലെ ചെറുന്ന് അല്ല ഉമ്മത്തിനെ കാക്കട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്ക്. എന്നിട്ട് പറയാ സംഗതി ഇത് അസൂയാണ്. ആര് പറയാ? ബാലുശ്ശേരി. ബാലുശ്ശേരിക്ക് തന്നെ തിരിഞ്ഞിക്കണമെങ്കിൽ ഇഞ്ഞത് തിരിയാത്ത ഏതെങ്കിലും പിരാന്തം കുതിരട്ടത്തുണ്ടാവോ? നിങ്ങൾ പറയും. AP ഉസ്താദാണ് ബിസിനസ്സിൽ മുന്നിൽ നിൽക്കുന്നത്, പ്രശസ്തിയിൽ മുന്നിൽ നിൽക്കുന്നത്. അത് കൂരിയാട്ട നദിക്ക് കണ്ടൂടാ. EK സുന്നികൾ ഈ വ്യവസായത്തെ, ഈ വാണിജ്യവൽക്കരിക്കപ്പെട്ട പ്രവാചകന്റെ തിരികേശം എന്ന പേരിൽ കാന്തപുരത്തിന്റെ മുടി എന്ന് എല്ലാ സുന്നികളും ഏറെക്കുറെ ഇന്ന് വിശ്വസിക്കുന്ന ഒരു ഘട്ടത്തിൽ സഹോദരങ്ങളെ, EK സുന്നികൾ അത് എതിർക്കാൻ ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വ്യവസായത്തിൽ മുന്നിൽ നിൽക്കുന്നത് കാന്തപുരമാണ്. കാന്തപുരത്ത് വെല്ലാൻ പോകുന്ന വ്യവസായം നടത്താൻ EK സുന്നികൾക്ക് സാധിക്കാതെ പോയി. കാന്തപുരം വാരിക്കൂട്ടുന്ന പണവും കാന്തപുരം വാരിക്കൂട്ടുന്ന അംഗീകാരവും ആദമിന്റെ 2 മക്കളിൽ ഒരാൾക്കൊരാൾക്കുണ്ടാക്കിയ രോഗമുണ്ടാക്കി. അതെന്താണത്? അത് അസൂയയാണ്. ആ അസൂയയുടെ പിൻബലത്തിലാണ് ഇതിന്റെ സനദ് പരിശോധിച്ചത്. ആ അസൂയയുടെ പിൻബലത്തിലാണ് അഹമ്മദ് ഖസറജിയുടെ ഗ്രന്ഥം തേടിപ്പോയത്. മനസ്സിലായോ? ഇഞ്ഞത് തിരിയാൻ ആർക്കാ ബാക്കി ഉണ്ടാകുക? എന്നിട്ട് മറ്റവും കൂടി പറയും. ഇയാൾ ആയത്തോതിട്ട് പറയാ അനീതി ചെയ്യാൻ പാടില്ല. ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. ബാലുവിന്റെ വക എസ്കക്കാർക്ക്. നിങ്ങളെ മുജാഹിദീങ്ങൾ ഇങ്ങനെ ബേക്കിൽ നിന്ന് സുഖിപ്പിക്കുമ്പോ കൂരിയാട്ട നദവി മുജാഹിദിന് ബുക്ക് എഴുതി കൊടുക്കലല്ല. അബ്ദുസ്സലാം സുല്ലമിയുടെയും അതുപോലെയുള്ള വഹാബി പാതിരിമാരുടെയും കൂടെ ലജ്ജയില്ലാതെ പുസ്തകം അടിച്ചിറക്കുകയും ജമാഅത്തെ ഇസ്ലാമിക്ക് വിതരണത്തിനേൽപ്പിക്കുകയും പണ്ട് തന്നെ സമസ്തയിൽ നിന്ന് ശംസുൽ ഉലമ പുറന്തള്ളിയ സയ്യിദ് മുഹമ്മദ് നിസാമിയെ കൊണ്ട് അത് പ്രകാശനം ചെയ്യിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുക്കോട്ട് മുന്നണിയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കൂരിയാട് നദവി മുന്നോട്ട് നീങ്ങുമ്പോൾ സാധാരണ സുന്നികളെ നിങ്ങളാക്കി ബത്തുങ്ങൾ നോക്കിക്കോളി. നിങ്ങൾ ആഹ്റങ്ങൾ നോക്കിക്കോളി. ഗ്രൂപ്പുകൾ ഏതെങ്കിലും ആയിക്കോളി, സംഘടനകൾ ഏതെങ്കിലും ആയിക്കോളി. ഞങ്ങൾക്ക് ഇപ്പൊ നോക്കുകയാണ് ഈ പന്തലിൽ തന്നെ ഞങ്ങൾ ആൾക്കാരെ കൊള്ളണില്ല. അതാണ് അവസ്ഥ. നിങ്ങൾ ഏതെങ്കിലും ഗ്രൂപ്പ് ആയിക്കോളി, ആഹ്റം കളയണ്ട, ഈമാൻ കളയണ്ട. അതൊന്ന് കേട്ടോളി. മുജാഹിദ് ബല കൊണ്ടെന്നറിയോ? ഈ തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിച്ച് അറിയലുണ്ട്. ഞങ്ങളെ നിലമ്പൂരിൽ പോത്തിനെ കൊണ്ട് വായിട്ടിക്കാന്നും പറയലുണ്ട്. അതാണ് ഈ പണി ചെയ്യിപ്പിച്ചത് മുജാഹിദീങ്ങൾ. ഈ സാധുക്കൊക്കെ ഇത് തിരിയണ്ടേ? ഇതിങ്ങനെ കാന്തപുരം കാന്തപുരം നന്നുകാണ്ട് ഇങ്ങനെ 2 തോന്നിയാസം പോലെ ചോട്ടിലാണ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഓൽക്കൊരു സ്വകാണേ. അതൊന്ന് കേട്ടോളി. EK സുന്നികള് വളരെ കൃത്യമായി തെളിവ് സഹിതം അത് വിശദീകരിച്ചിട്ടുണ്ട്. അതൊരു വിഭാഗത്തോടുള്ള ഈർഷ്യതയുടെ ഫലമായിട്ടാണ്, നീതിബോധത്തിന്റെ ഫലമായിട്ടല്ല. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅ്ദിലു ഹുവ അഖ്റബു ലിത്തഖ്വാ. മനസ്സിലാക്കിക്കോ മുസ്ലിമേ, എന്താണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഒരു ഭാഗത്ത് അള്ളാഹുവിന്റെ ആസാറിനെതിരെ സംസാരിക്കാൻ പിൽക്കാലത്ത് വഹാബികൾ കായികമാകുന്ന രൂപത്തിൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. പറയാവുന്നത് മുഴുവനും പണ്ഡിതന്മാര് കോലം കെട്ടിയവരെ കൊണ്ട് പറയിപ്പിച്ച് അവസാനം അവർ പറഞ്ഞ വാക്കുപയോഗിച്ചുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്നത് കണ്ടോ? അതുകൊണ്ടാണ് മുസ്ലിമേ തഅലീമു മാ അല്ലമല്ലാഹ് തഹ്കീറു മാ ഹഖറല്ലാഹ്. ഞങ്ങളാണ് ഇവിടെ ആദരവ് പഠിപ്പിച്ചത്. പണ്ട് താജുൽ ഉലമയെ ആദരിച്ചപ്പോ അന്ന്
അന്നതിനെ പരിഹസിച്ച കക്ഷികളെ, എവിടുന്ന് നിങ്ങൾക്ക് ജന്മനാടിന്റെ ആദരവ് കിട്ടിയതോ? തന്റെ കുടുംബത്തെ മുഴുവനും ആ വേദിയിലിരുത്തി സ്വന്തം അടുക്കളയില് ആളുകളെ കൊണ്ട് അംഗീകാരം പറയിപ്പിക്കാൻ കഴിയാതെ എന്താണ് സുഹൃത്തുക്കളെ തെരുവിൽ വന്ന് അഭിമാനം കൊണ്ടിട്ട് കാര്യോ? തന്റെ കുടുംബത്തില് പണ്ഡിതന്മാരായ ആളുകളുണ്ടോ? ഇൽമുള്ള ആളുകളുണ്ടോ? അറിവുള്ള ആളുകളുണ്ടോ? തന്നെക്കാൾ വയസ്സുള്ളവരുണ്ടോ? അവരിൽ നിന്ന് ആ ആളുകളെ കൂടെ ഇരുത്തി ഒന്നേ അഭിമാനം കൊള്ളാൻ കഴിയാത്തവർക്ക് എന്താദരവാ? പിന്നെ ഒരാളെ കിട്ടിയിട്ടുണ്ട്, ഒപ്പിട്ടുങ്ങാണ്ട് കുട്ടികളെ പഠിപ്പ് മുടങ്ങുന്നു കണ്ടപ്പോ ഞാൻ കഴിഞ്ഞൊരു രോഗിയായ മനുഷ്യനല്ലേ വിചാരിച്ച് വെറുതെ വിട്ടതാ. ഇപ്പോഴും ഞാൻ വെറുതെ വിട തന്നെയാണ്. പക്ഷെ എന്നാലും ഈ മാപ്പ് സാക്ഷിയാണ് ഇതിനൊരു കയ്യും കണക്കൊക്കെ വേണ്ടേ? ആലിമീങ്ങളെ സനത് മുറിഞ്ഞു എന്നിവിടെ പ്രസംഗിക്കുമ്പോ മുസ്ലിയാരെ നിങ്ങളെ മുദ്ദിൽ ഞങ്ങൾ ആലിമീങ്ങളെ പ്രസ്താവനല്ലേ സനത് മുറിഞ്ഞിക്കണോ? മുദ്ദിന്റെ ബുക്ക് ഇറങ്ങിയ മുബാക്കവി മൗലിയാരി, അയാൾക്ക് ആ മുദ്ദിന്റെ ബുക്ക് ഒരു മസലന്റെ വിഷയമൊക്കെ വായിച്ചാൻ പറ്റിയത് AP മൗലിയമാരാണ് അയാൾക്ക് അറിയാം. അതേ സമയത്ത് AP മൗലിയമാരെ മാത്രം ആശംസ ഇറക്കിയാൽ എന്ത് വരും? അപ്പുറത്തെ മൗലിയമാര് കണ്ണുരുട്ടും, കുട്ടികളെ പഠിപ്പ് മുടങ്ങും. എവിടെങ്കിലും ഒന്ന് കുട്ടികൾക്ക് പഠിപ്പിന് അവസരം കിട്ടണമെന്ന് പറഞ്ഞ മൂല്യര് പിന്നെ മാപ്പ് സാക്ഷിയാകാൻ വരിക. ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ, മാപ്പ് സാക്ഷിയാണ് ഇതിന് കണക്ക് വേണ്ടേ? എന്നിട്ട് എന്താണ് ഇവിടെ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ആദരിക്കേണ്ടവരെ ആദരിക്കണമെന്നത് ഇസ്ലാം പഠിപ്പിച്ച നിയമമാണ്. എന്നാൽ ആദരവിന്റെ കൂടെ ഇസ്ലാം പഠിപ്പിച്ച മറ്റൊന്നുണ്ട്, അത് അനാദരവാണ്. അസൂയയുടെ പേരിൽ, അഹന്തയുടെ പേരിൽ, അറിവില്ലായ്മയുടെ പേരിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ആസാറുകളെ നിന്ദിച്ചാൽ അവർ ആരായാലും ആദരവിന് അർഹരല്ല. ജന്മനാടിന്റെ ആദരവ് പോലെ തന്നെയാണ് ചിലർക്ക് ജന്മനാടിന്റെ അനാദരവും അർഹരായി മാറിയേക്കാം. അള്ളാന്റെ ഹബീബിന്റെ ആസാറുകളെ നിന്ദിച്ചവർക്ക് മുസ്ലിം സമുദായത്തിന്റെ ആദരവ് ഒരിക്കലും അർഹതയില്ല. പിന്നെ ലോകപണ്ഡിതനായി തെരഞ്ഞെടുത്തു. ആ മുസാവറയില് ഇന്ത്യന്ന് പിന്നെ ഒരാളും കൂടി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ക്ലീൻ ഷേവ് കട്ടി മീശ വെച്ചിട്ട് ഒരാളെ കണ്ടെങ്കിൽ ഇത് വേറൊരു പണ്ഡിതനാ. കൂരിയാട് നദവിയുടെ കൂടെയുള്ള മുസാവറയിലെ മെമ്പറാ. ആ പണ്ഡിത സഭന്റെ കോലഞ്ഞൊന്ന് ആലോചിച്ചോളി, കേട്ടോളി. ആരാതിലുള്ളത്? നിങ്ങൾ ഹുസൈൻ കടന്നമണ്ണക്ക് അന്താരാഷ്ട്ര മുസ്ലിം പണ്ഡിത സഭയിൽ അംഗത്വം. ഒലക്കിയും പാന്ത ഏച്ചൂട്ടിക്കണേങ്ങന്മാരെ കേട്ടോളൂ. ആരാണ് ഈ ഹുസൈൻ കടന്നമണ്ണ? എഴുത്തുകാരനും പ്രഭാഷകനും മാധ്യമ പ്രവർത്തകനുമായ ഹുസൈൻ കടന്നമണ്ണക്ക് യോഗ്യത കണ്ടില്ലേ? ജേർണലിസാ പഠിച്ചത്, ഫിഖും തഫ്സീറൊന്നല്ല. അതന്നെയാണല്ലോ ചമ്മാട് ദാറുലുദിയിൽ വലിയ സംഗതി. ഇപ്പൊ എന്താ എത്ര ഉദവികൾ ഇറങ്ങിക്കണ്, എവിടെ ഐറ്റൊക്കെ ഉള്ളത്? അമ്മിക്കുട്ടി വള്ളത്ത് പോയ മാതിരി സമുദായത്തിലുണ്ടോ എങ്ങന്മാരെ? ഒരു 10 ഉദവിയാളെ കേരളത്തിന്റെ കവലയിൽ ആദർശത്തിന്റെ പ്രബോധനത്തിന് വേണ്ടി ഖണ്ഡനം നടത്താൻ തെരുവിലിറക്ക് കൂരിയാട് നദവി. അപ്പളാ മതസ്ഥാപനാകുക. ഡോക്ടറേറ്റ് എടുത്താലും അതുപോലെ പത്രപ്രവർത്തനം നടത്തിയാലൊന്നും ഇസ്ലാമിക വീക്ഷണത്തിൽ അത് ഏറ്റവും വലിയ സംഗതിയെ എണ്ണാൻ പറ്റൂല. അതൊരു സംഗതി തന്നെയാണ്. അസംഗതി AP ഉസ്താദ് മർക്കസിൽ ഉണ്ടാക്കണ്ടേ? പക്ഷേ തലമറന്ന് എണ്ണു തേക്കുന്ന കല്യാണത്തിൽ കൂടെ കാനോത്ത് മറക്കണ പരിപാടിയില്ല. ഒരു 10 മഹല്ലിൽ എത്ര വഖഫ് സ്വത്ത്, എത്ര പഴയകാല ആലിമീങ്ങൾ ദർസ് നടത്തിയ പള്ളിങ്ങളെ കയ്യിലുണ്ടെങ്ങന്മാരെ? ഒരു ഉദവി ഒരു 100 കുട്ടികളെ വെച്ച് ദർസെടുത്തിന് പറഞ്ഞു തരൂ കൂരിയാട് നദവി. അപ്പൊ എന്താ അവിടുത്തെ ഇൽമ് എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. അയക്ക് പറ്റിയ ചക്കിക്കൊത്ത ജങ്കരൻ എന്ന് പറഞ്ഞില്ലേ അഷ്റഫ് വൈസി കടന്നവണ്ണ കണ്ണാടിപ്പറമ്പ്, ഇതൊക്കെ വസനൊപ്പുക. കടന്നവണ്ണ കണ്ണാടിപ്പറമ്പ് എങ്ങനെയാ അതൊക്കെ എങ്ങനെ ഒപ്പിച്ച് വരുന്നതെന്ന് അറിയില്ല. അങ്ങനെ നോക്കുങ്ങള്. ഈയിടെ ഖത്തറിലെ ദോഹയിൽ ചേർന്ന സഭയുടെ സെക്രട്ടേറിയറ്റ് യോഗമാണ് അംഗത്വം നൽകിയത്. കഴിഞ്ഞ വർഷം ജൂണിൽ തുർക്കിയിലെ ഇസ്തംബൂലിൽ നടന്ന ജനറൽ അസംബ്ലി യോഗത്തിൽ അദ്ദേഹം പ്രത്യേക ക്ഷണിതമായി പങ്കെടുത്തിരുന്നു. ഇയാളെ വിവരം നോക്കിക്കോളി. കാലം വരെ ഒരു കിതാബ് ഓതി പഠിച്ചിട്ടില്ല. ഒരു ഫിഖിന്റെ കിതാബുക്ക് നോക്കാൻ ഇയാൾക്ക് അള്ളാഹു തൗഫീഖ് കൊടുത്തിട്ടില്ല. ഒരു ആലിമീങ്ങളുടെ കിതാബും ഒരു ആലിമിന്റെ മുന്നിൽ വെച്ച് പഠിച്ചത് ഇയാൾക്ക് പറയല്ല. കേട്ടോളൂ. 20 വർഷത്തിലധികമായി ഖത്തർ ഗവൺമെന്റ് സർവീസിൽ ട്രാൻസ്ലേറ്ററായി സേവനമനുഷ്ഠിച്ചു. പരിഭാഷകൻ.
ചെങ്ങായിമാരെ അങ്ങനെയാണെങ്കിൽ സൗദി അറേബ്യയിൽ എത്ര അറബികളുണ്ടാവും? അറബി ഇംഗ്ലീഷിൽ ആക്കാൻ പറ്റിയ ജാതി ഓലൊക്കെ പിടിച്ച് ആക്കിക്കളിന്നാൽ നിങ്ങൾ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞതാണോ ഇതിന്റെ യോഗ്യത? പറി മുസ്ലിയാരെ. സാധുക്കൾ എന്തോ വെച്ചാൽ കാള പെറ്റാറിന പോതിന് കയറെടുത്തത് എന്താ സംഗതി എന്ന് തിരിയണ്ടേ? നിങ്ങൾ സെനഗലിൽ പോയാലും വേണ്ടില്ല, പോയിട്ടില്ലേലും വേണ്ടില്ല. അതുകൊണ്ട് ആക്രത്തിൽ നരകത്തുക്കും പോണ്ട, സ്വർഗത്തുക്കും പോണ്ട. ഇവിടെ കൂരിയാട് ഞങ്ങളെ കയ്യിൽ ഉള്ള രേഖ അനുസരിച്ച് ഞങ്ങൾ പറഞ്ഞ ആശയത്തിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കാണ്. നിങ്ങൾ എവിടെ പോയാലും ഞങ്ങൾക്ക് ഒരു സംഗതിയും വരാനല്ല. പക്ഷെ ഒന്നുണ്ട്, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ റസൂലിന്റെ ആസാറിനെ പറ്റി നോണറിഞ്ഞതാ ഞങ്ങളെ കേസ്. നിങ്ങളെ കേസോ കൂരിയാട് നദീനെ പറ്റി കളവ് പറഞ്ഞു എന്നുള്ളതാ. കൊണ്ടുപോയി വടക്കണിയിൽ വെച്ചള്ളി ആ വർത്താനൊക്കെ. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇനി നോക്കിക്കോളി, ആരാ പണ്ഡിത സഭയിലുള്ളത് നിങ്ങള്? ഹുസൈൻ മലപ്പുറം ജില്ലയിലെ മങ്കട കടന്നമണ്ണ സ്വദേശിയും കറുമുക്കിൽ അദ്വാജിയുടെ മകനുമാണ്. 96 കടന്നമണ്ണയിൽ ജനനം. കടന്നമണ്ണ MLP സ്കൂളിലും UP സ്കൂളിലും തിരൂർക്കാട് AM ഹൈസ്കൂളിലുമായി പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കുറ്റ്യാടിയിലെ ഇസ്ലാമിയ കോളേജിലെ ഉപരിപഠനത്തിന് ശേഷം സോക്കട് മനസ്സിലാകുന്നുണ്ടോ? മുക്കൂട്ട് മുന്നണി നീ ഞങ്ങൾ വെറുതെ പറയല്ല. എവിടുക്കാ പോണ്? ജമാഅത്ത് ഇസ്ലാമിന്റെ കോളേജിക്ക്. എന്നിട്ടോ ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സോഷ്യോളജി ബിരുദവും അകളപ്പ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി. ഒരു ആലിമിന്റെ യോഗ്യതയാ. അയാളോട് നിങ്ങൾ ഒളുവിന്റെ മസാല എന്ന് ചോദിച്ചാണ്. അപ്പൊ എന്ത് പണ്ഡിത സഭയത്? എന്താണ് ഈ ഇൽമിനും പാണ്ഡിത്യത്തിനും നിങ്ങൾ വെക്കണ മായന? അതിന്റെ ഒക്കെ സനത് ചോദിച്ചേണ്ട ഗതികേടിലായല്ലോ പഠിച്ചോനെ സമുദായം എന്നാ ഞങ്ങൾ ആലോചിച്ച് നോക്കണേ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇനി ലോക പണ്ഡിതന്റെ വിവരം ഞാൻ കഴിഞ്ഞ കുറി പറഞ്ഞു. എന്താ പറഞ്ഞ്? ആദാ സനതും മിന്നിയാന അല്ലേ? ഞാൻ ആലോചിച്ചൊക്കെ പഠിച്ച തമ്പുരാനെ, ആ ദാറുലുദ്ദീൽ ഒരു ഉദവിക്കന്നെൽ ഇതൊന്ന് ചോദിക്കാൻ അള്ളതോ എങ്ങനെയാ മൂലേര അതിന്റെ തെർക്കീബ്? അത് തേക്കീത്. അത് തേക്കീതാണെങ്കിൽ ഉസ്താദെ അപ്പുറത്തെ ഖബറിന്റെ മൂത്തത് എവിടെ? അത് തോട്ടില്ലേ? എന്താ പറയാ? എന്താ ചെയ്യാം? ആ ലോക പണ്ഡിതന്റെ വിവരം ഒന്ന് നോക്കിക്കോളി. ഞാൻ മൊയ്ലിയാർക്ക് അൽഫിയ ഒന്ന് കൊടുക്കട്ടെ. ഇതെന്താ സംഭവം എന്ന് ആദ്യം മൊയ്ലിയാർ എന്ന് പറയട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഓയിലിച്ച് ഒരുക്കാൻ പെട്ടതാ. രണ്ടാമത് ഉടിച്ചത് നിങ്ങൾ ഓയിലിച്ചല്ലേ മൂല്യരെ? മുണ്ടാ വന്നൂടേനിയോ? ഇത് ഈ ചെറിയ കുട്ടികൾ ഇങ്ങനെ കാണാപ്പാടം പഠിച്ചൊക്കെ അയറ്റ വല്ല ദർസിലും ഭാവിയിൽ പോയാലാ മറ്റാ നെതിവി പണ്ട് പറഞ്ഞതിന് മാതിരി അല്ലല്ലേ പള്ളി ദർശനേ. ഈ കത്ത് സനദ് നേരത്തെ ഞാൻ പറഞ്ഞു. ഫഹാദ സനദും മിന്നി അന. ഫഹാദ സനദും മിന്നി അന അൽ വാദിഉ സഹീഹി ഫി ഖിതാമിഹി വമുഖയ്യിദു ഇസ്മി ഹുനാ ലിബയാനിഹി വഇലാനിഹി. സനദും മിന്നി അന എന്ന് തന്നെയാണ് വായിക്കേണ്ടത്. ആന്ന് മൂപ്പര് പിടിച്ച മുയലിന് മൂന്നന്യാ ചെവിയും. അൽഫിയ ഒരു കാലത്ത് രാത്രി പോസ്റ്റർ ഒട്ടിക്കാൻ നടന്നാൽ കിതാബ് പഠിക്കാൻ പറ്റൂല. അൽഫിയയിലുണ്ട് മിന്നി എന്നുള്ള മുത്തക്കല്ലിമിന്റെ അതിന് തഅക്കീദ് പറയണമെങ്കിൽ മുൻഫസിലായ മർഫൂആയ ലമീർ കൊണ്ടാണ് തഅക്കീദ് പറയേണ്ടതെന്നാ. അതാണ് മുസ്ലിയാരെ അവിടെ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ വീറും കിട്ടിയല്ലോ. കാരണം മൂപ്പര ശിഷ്യന്മാരല്ലേ, മീസാരോധിയിട്ടുണ്ടാവൂല. എന്നാൽ ആരെ കൊണ്ടാ പറഞ്ഞ് പോസ്റ്റർ ഒട്ടിക്കാൻ നടക്കുന്നത് അൽഫിയോന്ന് പോന്ന്? എന്നെ കൊണ്ടാ നിങ്ങൾ തെറ്റിദ്ധരിച്ചോ? എന്നെ കൊണ്ടല്ല, അത് SKSSFന്റെ സംസ്ഥാന പ്രസിഡന്റിനെ കൊണ്ടാ പറഞ്ഞത്. എപ്പോ സ്ഥാപക പ്രസിഡന്റ് അയാൾ വായിക്കുന്നു കേൾപ്പിച്ചു കൊടുത്തവനെ. അയാൾ പറയുന്നത് തന്നെ ഫഹാദ സനദും മിന്നി വ അന വാദിഉ സഹീഹി ഫി ഖിതാമി. അപ്പൊ കണ്ടല്ലോ. അപ്പൊ മൂപ്പര് ഹാദാ സനദും മിന്നി അനയില്ലട്ടോ, അന കൂട്ടി വായിക്കുന്നില്ല. കാരണം അയാള് പോസ്റ്റർ പറിക്കാൻ നടന്നതാ കേട്ടോ. ഓരോരുത്തരൊട്ടിച്ച പോസ്റ്റർ പറിക്കാൻ നടന്നതാ അല്ലേ? പറ മൊയ്ലിയാമാരെ, നിങ്ങൾ രണ്ട് കൂട്ടർ വായിച്ച രണ്ട് ജാതിയിലല്ലേ? ഏതാ ശരി പറ, ഏതാ ശരി എന്ന് പറ. പിന്നെ വാനാന്നൊരു വാവ് കൂട്ടിക്കൊടുത്ത്, അത് അതിനേക്കാൾ അത് അണ്ടി വെറുക്കാൻ പോയതുകൊണ്ടാ. വാന എന്ത് വാന? അതിൽ വാനാന്ന് വാവുണ്ടോ? ഇല്ലാത്ത വാവാ കൂട്ടി. 1ാം ക്ലാസ്സിലെ കുട്ടികൾ വായിക്കുന്ന മാതിരി ഇല്ലാത്ത ചേർത്തിട്ടാ വായിക്കല്. മൂപ്പർ വരെ അത് ആ ഇബാറത്തിന്റെ ചേലെങ്ങനെയാണ്, ഇതിന്റെ ചോലിങ്ങനെയാണ്.
ചേലോലു. എന്താ സുഹൃത്തുക്കളെ, നിങ്ങൾക്കൊന്ന് കേൾക്കണോ? അത് മൊയ്ലിയാര് പാടുമ്പോ കുല്ലാമീരീനിത്തസൽ, ഒരു കുല്ല നീട്ടിയാണ്ട് നിങ്ങൾ എന്താ മൂപ്പര് ഉദ്ദേശിച്ച മേന? മൂപ്പര് മനസ്സിലാക്കിയ അർത്ഥം എന്താ അറിയോ? റഫീന്റെ ലമീർ, മുൻഫസിലായ മർഫുവായ ലമീർ, അക്കിദ് ബിഹി കുല്ലാമീരീനിത്തസൽ, മുത്തസിലായ ഏത് ലമീറുണ്ടോ അതിനൊക്കെ തൗക്കീദ് ഇത് വിട്ടോളൂ. അങ്ങനല്ല. നിങ്ങൾ പറഞ്ഞ വാചകം പറയുമ്പോ നിങ്ങൾ പറഞ്ഞത് എന്നുള്ള മുത്തക്കല്ലിമിന്റെ തൗക്കീദ് പറയണമെങ്കിൽ മുൻഫസിലായ മർഫൂ കൊണ്ടാ പറയേണ്ടത്. മൊയ്ലിയാരെ, അത് പറയണമെങ്കിലല്ലേ, ഇവിടെ അങ്ങനെ പറയേണ്ട സ്ഥലമല്ല. അതാ മനസ്സിലാക്കേണ്ടത്. എല്ലാ ലമീറും ഇങ്ങനെ തൗക്കീദ് ഇത് വിടുകയല്ല, ഇവിടെ അങ്ങനെ പറയേണ്ട സ്ഥലമല്ല. മുത്തസിലായ ലമീറിന് തൗക്കീദ് പറയണമെങ്കിൽ മജ്റൂറാകട്ടെ, മർഫൂആകട്ടെ, മൻസൂബാകട്ടെ, കൊണ്ടുവരുന്ന ലമീർ മുൻഫസിൽ മർഫൂആകണം എന്നാ പറഞ്ഞത്. അല്ലാതെ എല്ലാ സ്ഥലത്തും മുൻഫസിലായ ലമീർ കൊണ്ട് തൗക്കീദാക്കണം എന്നല്ല. മുൻഫസിലായ ലമീർ കൊണ്ട് തൗക്കീദാക്കാൻ പറ്റുന്നിടത്ത് മാത്രമേ തൗക്കീദാക്കാൻ പറ്റൂ, ഇവിടെ തൗക്കീദാക്കാൻ പറ്റൂല. എന്താ കാരണം? എന്താ കാരണം? ഹാദാ സനദും മിന്നി, ഇത് ഞാൻ കൊടുക്കുന്ന സനദാണ്. അനൽ വാദിഉ സഹീഹി ഫീ ഖിതാമി, ഞാൻ ഇതിന്റെ അവസാനം ഇതിന്റെ സ്ഥിരീകരണം നടത്തുന്ന ആളാണ്. ഈ അന എന്ന് പറഞ്ഞത് മുബ്തദഉൻ, സയ്യിദുൻ വഅദീറുൻ ഖബർ, ഇൻ ഖുൽത സയ്യിദുൻ അദീറുൻ മാനിഅതദർ. അൽഫി ഓതുമ്പം അതാ പഠിക്കാതെ നടന്നാ പോരാ. കേരളം വിട്ട് പോയിട്ടല്ലേ പഠിച്ചത്, നാട് കാണാൻ പോയിട്ടുണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. ഓ മനുഷ്യ, നിങ്ങളാണോ ഈ കുട്ടികളെ പഠിപ്പിച്ച് ഹുദവിയാക്കി വിടുന്നതെങ്കിൽ നാശം തന്നെ. നെഹ്വറിയൂല സെറുഫറിയൂല കേട്ടോ. മുസ്ലിയാമാരെ മുന്നിൽ ഇയാൾ പറയുന്നുണ്ട്, പോയി എന്നാ തോന്നുന്നത്. ഇയാൾ ഈ സഫാത്ത് പറഞ്ഞപ്പോ പോയിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. കാരണം മൂപ്പര് കേട്ടിക്കാൻ കഴിയാത്തോണ്ട് പോയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത്. അർത്ഥം വെക്ക്, നിങ്ങൾ തേക്കീതാക്കുന്നത് അങ്ങനെ ഉണ്ടാ അറിയോ? ഹാദാ സനദും മിന്നി, ഇത് ഞാൻ കൊടുക്കുന്ന സനദാണ്. അന, ഞാൻ തന്നെ കൊടുക്കുന്ന സനദാ. ഇങ്ങനെ ഒരാൾ പറയോ മൊയ്ലിയാരെ? ഹാദാ സനദും മിന്നി, ഇത് ഞാൻ കൊടുക്കുന്ന സനദാണ്. അന, ഞാൻ തന്നെ. ഓ, അങ്ങനെ ഉണ്ടല്ലോ ഇവർക്ക്. അങ്ങനെയാ തലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞാൽ ചൊല്ലിയാളി തന്നെയാണോ ഫായിൽ സംശയം. അങ്ങനെയാണ് ഇവരെ സംശയം. തലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞാൽ ആരാ ചൊല്ലിയത് സംശയം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു ലോക പണ്ഡിതന്റെ കഥയാണിത്. സംഗതി ഒരു പ്രൊഫസറെ കഥ. അതിന് നമ്മളെ സക്കരിയ സ്വലായി പണ്ടെന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സക്കരിയ സ്വലായി അതിനൊരു വർത്താനം പറഞ്ഞു. എന്താ അറിയോ? ഇപ്പത്തെ കാലത്ത് ഈ ഡോക്ടർമാർക്കും പ്രൊഫസർമാർക്കൊന്നും ബലമില്ലാത്ത കാല. എങ്ങനെയാ ബലം ഉണ്ടാകുക? പ്രൊഫസർ കൂരിയാടുന്നത് ഡോക്ടർ സക്കരിയ സ്വലായി. പിന്നെ എങ്ങനെയാ ഈ മനുഷ്യന്മാരുടെ ഇടയിൽ ഇതിനൊക്കെ ഒരു ബലം ഉണ്ടാകുക? അതൊന്ന് കേട്ടോളൂ.